മന്നീലല്ലൻ നിത്യവാസമന്നേ ശുഭിൻ മുന്നിൽ മഹത്വത്തിലാം. മന്നീലല്ലൻ നിത്യവാസമന്നേ ശുഭിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണിൽ ആ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. സ്തോത്രം. സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ വീണ്ടും ദൈവമക്കൾ ഹൃദ്യമായി സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോക്ക് ഷോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ടോക്ക് ഷോയുടെ വിഷയം വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതാണ്. നമുക്കത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വിഷയത്തെ പറ്റി സംസാരിക്കാൻ പോകുന്നത്. കാരണം ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളത് അതിന്റെ ധാരാളം പെർസ്പെക്റ്റീവ് ഒരുപാട് മതങ്ങളിലും ഒരുപാട് വിശ്വാസങ്ങളിലും ഒരുപാട് ട്രഡീഷൻസിലും ഒരുപാട് കൾച്ചേഴ്സിലും ഉള്ളതാണ്. അതിൻ്റെ എല്ലാം പുറകെ പോയി നമ്മൾ എങ്ങും എത്താതെ നമ്മുടെ സമയം മുഴുവൻ പോകത്തേ ഉള്ളൂ. എനിക്ക് അതിനകത്ത് താല്പര്യമില്ല. വിശുദ്ധ വേദപുസ്തകം ആ വിഷയത്തെ പറ്റി എന്ത് പറയുന്നു എന്ന കാര്യം മാത്രം നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിന് മാത്രമേ പ്രസക്തിയുള്ളൂ, മറ്റൊന്നിനും പ്രസക്തിയില്ല. മറ്റെല്ലാം അപ്രസക്തമായ കാര്യങ്ങളാണ്. അതിന് മാത്രമേ വ്യക്തതയുള്ളൂ. We don't have a sort of clarity about these particular topics, that is the resurrection of the saints, in any other faith or cult or religion or whatever it may be. That's why we focus exclusively on the Holy Bible. അപ്പം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നൊരു ഭാഗം അതിന് ആധാരമായി വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് ആഗ്രഹിക്കും. നമുക്ക് വായനയിൽ സഹായിക്കുന്നതിന് വേണ്ടി ഓസ്ട്രേലിയയിൽ നമുക്ക് ആശ സിസ്റ്റർ നമ്മളോടുണ്ട്. ബ്രദർ സുമിത്, പ്ലീസ് അൺമ്യൂട്ട് സിസ്റ്റർ ആശ ഫ്രം ഓസ്ട്രേലിയ. Yes, sir. She is all ready. Okay, unmuted. ആശ നമുക്ക് വായിക്കേണ്ടത് 1 Corinthians chapter 15, 1 Corinthians chapter 15 verses 35 to 49. 35 to yes. Yes, 1 Corinthians. പക്ഷേ ഒരുവൻ 1 Corinthians chapter 15 verses 35 to 49. മലയാളത്തിലല്ലേ? Yes, മലയാളം. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോട് വരുന്നു എന്നും ചോദിക്കും. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റോ വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിലുള്ള തേജസ് കൊണ്ടും ഭേദം ഉണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനം അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതം അത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയവരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും.
നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. വിശുദ്ധ വേദഭാഗത്തിനായി ആദ്യം ഞാൻ ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിപ്രധാനമായ നമ്മുടെ ആത്മരക്ഷ എന്നുള്ള കാര്യം, അത് ആർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ ലളിതമാണ്. ഇറ്റ്സ് സോ സിമ്പിൾ. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് പകരം മരിച്ചു. അത് നമുക്ക് പകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടി യേശു കാൽവറിയിൽ മരിച്ചു എന്നുള്ള ആ വിശ്വാസം എന്ന സിമ്പിളസ്റ്റ് കാര്യത്തിൽ ഞാൻ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു. ഞാൻ രക്ഷയുടെ പാതയിൽ വന്നു കഴിഞ്ഞു. അവിടെ ഫിലോസഫി ഇല്ല, തിയോളജി ഇല്ല, എപ്പിസ്റ്റമോളജി ഇല്ല, പാലിയന്റോളജി ഇല്ല, ഓറോളജി ഇല്ല. സിമ്പിൾ. അത് ഏത് മനുഷ്യനും വളരെ ലളിതമായി മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ അതുമുതൽ ക്രിസ്ത്യാനിറ്റി നമ്മൾ അങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ എല്ലാവർക്കും അനിവാര്യമായ കാര്യമാണ്. തിങ്സ് ഗെറ്റ് എ ബിറ്റ് മോർ ആൻഡ് ബിറ്റ് മോർ ആൻഡ് ബിറ്റ് മോർ കോംപ്ലിക്കേറ്റഡ്. Then comes towards the end, that is our resurrection or our glorification. And end വരുമ്പോഴേക്ക് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്, നമ്മുടെ തേജസ്കരണം എന്ന വിഷയം വരും. അവിടെ വരുമ്പോഴേക്ക് don't expect that things are so simple, so silly, or I should say so straightforward that we can understand as it is. Unfortunately, it is not like that. നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്തുകൊണ്ട്? Because there are so many factors and so many elements that are interconnected and connected with it. In English, there is a word called conundrum. Conundrum means the more you try to understand, the more complicated it becomes. നമ്മൾ എത്രയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നോ അത്രയും അത് കോംപ്ലിക്കേറ്റഡ് ആയി നമുക്ക് തോന്നും. It's rather a conundrum. So in the same way, the resurrection of the saints is to a great extent a conundrum even to believers. രണ്ടാമത്തെ കാര്യം, every religion has some idea of life after death. Every religion has some idea of life after death. And in every culture, there are some ideas about life after death. And in every faith, there are some perspectives about life after death. ഈ ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ പറ്റി ചില ധാരണകൾ ഇല്ലാത്ത ആരുമില്ല. അല്ലെങ്കിൽ തികഞ്ഞ നിരീശ്വരവാദികളായിരിക്കണം. മറ്റെല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. ബട്ട് ദെൻ വെൻ ഇറ്റ് കംസ് ടു ക്രിസ്ത്യാനിറ്റി, അതൊരു ധാരണയോ അല്ലെങ്കിൽ അതൊരു വീക്ഷണമോ അല്ലെങ്കിൽ അതൊരു മനസ്സിലാക്കലോ എന്നതിലുപരി it is absolutely as clear as that. Absolutely as clear as that means indisputably, unquestionably true. പക്ഷേ എന്നിട്ടും ദൈവമക്കളായ ഒരുപാട് ആളുകൾക്കും അതിൻ്റെ ഒരു വലിയ ഭാഗവും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഞാൻ അങ്ങോട്ട് കടക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ബിക്കോസ് വി ഓൾ ആർ ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ എ റാദർ ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നമ്മുടെ പ്രീവിയസ് റിലിജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പേരൻസ് മുമ്പ് അനുഗമിച്ചിരുന്ന റിലിജിയനിൽ നിന്ന് നമുക്ക് ട്രഡീഷണലായി കിട്ടിയ ചില പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ആ പെർസ്പെക്റ്റീവ്സ് ബൈ ബേർത്തും അല്ലെങ്കിൽ ബൈ എഡ്യൂക്കേഷനും നമ്മൾ ഇംബൈബ് ചെയ്തതുകൊണ്ട് ദാറ്റ് പ്ലസ് ക്രിസ്ത്യൻ വ്യൂ ആണ് നമ്മുടെ ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ പറ്റിയുള്ള ചിന്തകൾ. ദാറ്റ് പ്ലസ് ക്രിസ്ത്യൻ വ്യൂ, അതാണ് നമ്മുടെ ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ പറ്റിയുള്ള ചിന്തകൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് ലോങ് ടൈം ടുവേർഡ്സ് ദി എൻഡ് ഇഫ് അറ്റ് ഓൾ വി റിയലൈസ് ദാറ്റ് വി ഹാവ് ബീൻ റോങ്. എന്തുകൊണ്ട്? അത് അബ്സല്യൂട്ട്ലി ബിബ്ലിക്കലും അബ്സല്യൂട്ട്ലി ക്രിസ്ത്യനും കുറെ കൂടെ പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ജൂവിഷുമാണ്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ധാരണകൾ, ആ ധാരണകൾ തിരുത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നിരിക്കട്ടെ. സപ്പോസ് ആ ധാരണകൾ തിരുത്താൻ കഴിയത്തില്ലെങ്കിൽ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. സോ നൗ ഐ എം ട്രൈങ് ടു ഡ്രൈവ് ഹോം ടു യു
as much as it is possible in my limited capacity, this conundrum of the resurrection of the saints. എൻ്റെ ലിമിറ്റഡ് കപ്പാസിറ്റിയിൽ ഞാനൊന്ന് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാം. അപ്പോൾ സപ്പോസ് അറ്റ് ദ സെയിം ടൈം യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദി എലമെന്റ്സ് റിലേറ്റഡ് ടു ഇറ്റ്. ഞാനിവിടെ പറയാത്ത, ഇപ്പോൾ എനിക്ക് പറയാൻ എൻ്റെ സ്പേസ് അനുവദിക്കാത്ത, വേറൊരു സമയത്ത് നമുക്ക് പറയാൻ ഒക്കുകയാണെങ്കിൽ പറയാൻ എനിക്ക് താല്പര്യമുള്ള നമ്പർ 1 എന്ന് പറയുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവത്തെ പോലെ ഒരു മൂക്ക്, ദൈവത്തെ പോലെ കണ്ണ്, ദൈവത്തെ പോലെ ചെവി, ഒരു വായ, തല, കയ്യ്, കാല്, നെഞ്ച് ഒക്കെയുള്ള. യെസ്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു ഫിസിക്കൽ സ്ട്രക്ചർ എന്നുള്ള അർത്ഥമാണ്. പക്ഷെങ്കിൽ സൽമനു കിഡ്മുട്ടനു എന്ന് ദൈവമോട് പറഞ്ഞിരിക്കുന്നത് ഈ ഫിസിക്കലായ സ്ട്രക്ചറേ അല്ല. ഇറ്റ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ദ ഫിസിക്കൽ സ്ട്രക്ചർ. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ദെൻ വാട്ട് ഇറ്റ് ഈസ്. ദൈവത്തിന്റെ രൂപവും സാദൃശ്യം എന്ന് പറയുമ്പോൾ ദൈവം എന്താണ് ഉദ്ദേശിച്ചത്? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഈ റിസറക്ഷൻ എന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം പോകേണ്ടത് അവിടാണ്. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഗോ ദേർ ടുഡേ നൗ ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദ ടൈം ആൻഡ് ഐ വിൽ കൺഫ്യൂസ് യു. സെക്കൻഡ്ലി, ഈ ക്രിയേഷൻ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ദൈവം എടുത്തതായ എലമെന്റ്സ്, ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ഘടകങ്ങൾ ചേർത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ദാറ്റ് ഈസ് ദ ക്രിയേറ്റീവ് എലമെന്റ്സ്. ആ ക്രിയേറ്റീവ് എലമെന്റ്സിലെ വേരിയേഷൻസ് ഉള്ളത്. The variations that create element. Why some people behave in some way and some others people behave in some other way. Some people are innately good and some others are innately bad. ചിലര് ജന്മന ഒരുപാട് നല്ല മനുഷ്യരാണ്, ചിലര് എന്താണെന്നറിയത്തില്ല, ഇത് ജനിച്ചതേ പഴച്ചാന്ന് പറയും. സോ വാട്ട് ഇസ് ദ റീസൺ? എന്തുകൊണ്ടാണ് അങ്ങനെ മാറാൻ കാരണം? ബിക്കോസ് there is difference, not difference is not the right words. There is disparity in the creative elements. Now the question is, what are the creative elements and how the disparity? And the next thing is man's birth cycles. ഇത്രയും കാര്യങ്ങൾ മിനിമം ഫണ്ടമെന്റലായി നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് അത്യാവശ്യമാണ്. അത് കഴിയുമ്പോൾ മാത്രമേ ഡെത്ത്, ബറിയൽ ആൻഡ് റിസറക്ഷൻ എന്ന വിഷയത്തിലേക്ക് നമ്മൾ വരുന്നുള്ളൂ. Death, burial and resurrection. So what I'm going to do today, I'm going to start with the last. I'm not going to go up to death, paramarsamundi, burial, paramarsamundi, but resurrection. And the last point ആണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്, കതിരെ കൊണ്ട് വളം വെക്കുക. ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ കതിരെ കൊണ്ട് വളം വെക്കുക. കേട്ടോ? അനുസാർ ഇത് കേട്ടപ്പോഴത്തേക്ക് പേടിച്ചു പോയോ? സാറേ, ഇവരാണ് ഈ ബാബു സാർ എന്താ ഉദ്ദേശിക്കുന്ന? കൊച്ചുകുളമ്പക്കാർ നമ്മളെ വിളിച്ചു വരുത്തി മനസമാധാനം കെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മനസമാധാനം ഒന്നും കെടുത്തില്ല സാറേ. ഈ വിഷയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ വളരെ സ്നേഹിക്കുന്ന ഒരാള് ഈ ഭൂമി വിട്ടുപോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വലിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ. അവരിപ്പോഴും എവിടെ? കറന്റ്ലി വേറെ ആർദേ? ഞങ്ങൾ ഈ കാണിക്കുന്ന കരച്ചിലും വിലാപവും, ഈ വിലാപയാത്രയും, ഈ ശവസംസ്കാര ശുശ്രൂഷയും, ഇതൊക്കെ അവർ കാണുന്നുണ്ടോ? ഡു ദേ നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്? എത്രമാത്രം ആളുകളെ ഇവിടെ കൂടിയിരിക്കുന്നത്? ഡു ദേ ഹാവ് എനി ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? വേർ ആർ ദേ? ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്പർ 2, വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദം? അവർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദം? And the third question is, shall we ever see them again? നമ്മൾ എന്തെങ്കിലും ഇനി അവരെ കാണുമോ? Okay, in the likely event of we are going to meet them again, in what form, shape and appearance and emotional capacity are we going to see them? നമ്മൾ അവരെ കാണുമ്പം അവരെങ്ങനെ ആയിരിക്കും? അവർക്ക് നമ്മളെ മനസ്സിലാകുമോ? തിരിച്ചറിയുമോ? പണ്ടത്തെ ആ സ്നേഹം ഉണ്ടായിരിക്കുമോ? ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കുമോ? അതോ നമ്മളെ കണ്ട നീ ഏതാടാ എന്ന് ചോദിച്ചുകൊണ്ട് വരുമോ? അവികൊട്ടെ ഇനിയാണ്. ഇതെല്ലാം നമ്മൾക്ക് വളരെ സ്നേഹിക്കുന്ന ഒരാൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മളെ അലട്ടുന്ന ചോദ്യങ്ങളാണ്.
സോ ഇന്നിപ്പം ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു മറുപടി എൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ വളരെ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കഴിയുന്നിടത്തോളം ഞാൻ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ ഇപ്പം ഞാനൊരു നോട്ട് വായിക്കുകയല്ല കൂടുതൽ, എൻ്റെ പോയിന്റ്സ് ഒക്കെ എൻ്റെ PPT ഉണ്ടെന്നേ ഉള്ളൂ. ചിലപ്പോൾ മിസ്സിങ് എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്ന കാര്യങ്ങൾ കഴിയുന്നിടത്തോളം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വിൽസൺ കടവിൽ പാസ്റ്ററുടെ ടെലിഫോൺ നമ്പറുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പാസ്റ്റർ ഇന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മിസ്സിംഗ് എലമെന്റ്സ് ആണ്, അതുകൊണ്ട് ബാബു സാറിനെ കൊണ്ട് ആ കാര്യങ്ങളൊന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. ബിക്കോസ് ഹീ ഈസ് ദ കോർഡിനേറ്റർ, ഹീ ഈസ് ദ വൺ ഹൂ ഈസ് കോർഡിനേറ്റിംഗ്. കാര്യം എല്ലാവരും എന്നെ വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നേരെ മറിച്ച് പാസ്റ്റർ ആകുന്നതിന് അതെല്ലാം നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ നമുക്ക് പ്രിഫറൻസ് എടുത്ത് അടുത്ത ക്ലാസ്സിൽ എടുക്കാമെന്ന് പറയും. Okay, so with this information, I'm going to go forward. So, what am I going to tell you? ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളിലും ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ the important thing in believing God is what kind of God it is that you believe in. ഈ ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? ആൻഡ് ദ ഇമ്പോർട്ടന്റ് തിങ് അബൌട്ട് ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഈസ് നോട്ട് വെദർ യു ബിലീവ് ഇൻ എ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഓർ നോട്ട്. ഒരു ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതല്ല, ഇല്ലയോ എന്നുള്ളതല്ല കാരണം. പിന്നെ പ്രധാന കാര്യം എന്താ? വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഇറ്റ് ഈസ് ദാറ്റ് യു ബിലീവ് ഇൻ. ഏതു തരം ലൈഫ് ആഫ്റ്റർ ഡെത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? എൻ്റെ നേഴ്സ് കഴിഞ്ഞ എന്നോട് പറഞ്ഞു, ഷീസ് എ പഞ്ചാബി ലേഡി, എന്നോട് പറഞ്ഞു, ബാബു ഞാൻ മിക്കവാറും അടുത്ത ജന്മം പുഴുവായിട്ടൊക്കെ ജനിക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ അവർക്ക് ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ എന്തുമായിട്ട് വരാൻ പോകുന്നത്? അട്ടയായിട്ടോ പുഴുവായിട്ടോ വരാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കോണേ, സോ പീപ്പിൾ സ്റ്റിൽ ഹാവ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് സോർട്ട് ഓഫ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഡു യു ബിലീവ് ഇൻ? As long as a belief in death goes, you can put everything that goes, you can put everybody of that belief into 3 groups. അപ്പോൾ ഇനിയും ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വാസമുള്ള എല്ലാ ആളുകളെയും എല്ലാ വിശ്വാസങ്ങളെയും 3 കാറ്റഗറിയായി നമുക്ക് തിരിക്കാം. ലൈഫ് ആഫ്റ്റർ വിശ്വാസമുള്ള എല്ലാ വിശ്വാസങ്ങളെയും വിശ്വാസമുള്ള എല്ലാ ആളുകളെയും നമുക്ക് 3 കാറ്റഗറിയായിട്ട് തിരിക്കാം. We can divide them into 3 categories. ഒന്നാമത്തേത്, those who believe that no part of an individual survives death. Nothing of that person survives, gone forever. ഒന്നാമത്തെ കൂട്ടർ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഈ ശരീരത്തിലുള്ള അയാളുടെ എല്ലാ ഘടകങ്ങളും അതോടില്ലാതാകും. ഫിനിഷ്ഡ്. നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് ഇപ്പോഴുള്ള എവറി സിംഗിൾ എലമെന്റ് സീസസ് ടു എക്സിസ്റ്റ്. ഫിനിഷ്. അപ്പൊ പിന്നെ വേറൊന്നാ ജീവിക്കുന്നത്. ദാറ്റ് ഈസ് വൺ സോർട്ട് ഓഫ് ബിലീഫ് ആൻഡ് വൺ സോർട്ട് ഓഫ് പീപ്പിൾ. സെക്കൻഡ് എന്ന് പറയുന്നത്, ഓൺലി പാർട്ട് ഓഫ് മാൻ സർവൈവ്സ്. ഹിസ് ബോഡി ഈസ് finished here forever. It goes back to the dust. Nothing more happens. അപ്പൊ രണ്ടാമത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി അവന്റെ ശരീരം ഇവിടെ അവസാനിക്കുകയാണ്. പൊടിയിലേക്ക് തിരിച്ചു പോകുന്നു. നമ്മൾ അവസാനം ഒരുകൂടി മണ്ണ് വാരി എൻ്റെ മണ്ടക്കിട്ട് വരും. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ പൊക്കോ. Go back to dust. That means this body ceases there forever. അത് എന്നേ ഇല്ലാതാകുകയാണ്. അതിന് ഒരിക്കലും തിരിച്ചു വരുന്നില്ല കേട്ടോ. But some vague part of it, we don't know what part it is or where it goes floating on, and it is called the soul. പക്ഷെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും ഈ സോള് എന്നൊരു സംഗതിയുണ്ട്. സോൾ. ഈ സോളിന്റെ വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഈ സോൾ SOUL സോൾ എന്ന വേർഡിനെ 2 രീതിയിലാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്.
ചിലയിടത്ത് അതിനെ ആത്മാവെന്നും ചിലയിടത്ത് അതിനെ ദേഹി എന്നും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പ്രോബ്ലം എന്നറിയാമോ? ഈ ആത്മാവും ദേഹിയും രണ്ടാണ്. ആത്മാവും ദേഹിയും രണ്ടാണ്. പക്ഷെ സോൾ എന്ന് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നതൊക്കെ ചിലയിടത്ത് ആത്മാവെന്നും ചിലയിടത്തും ദേഹി എന്നും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എന്തുവാന്ന് നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ക്രിസ്ത്യൻ സെലീറ്റ് എന്ന ചാനലിന് അതിനെപ്പറ്റി കഴിഞ്ഞതിൻ്റെ അങ്ങേയാഴ്ച നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ എനിക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യർ പറയുന്നത് ശരീരം ഇല്ലാതാകും, സോൾ അതെന്തോന്ന് വെച്ചാൽ പിടിയുമില്ല, അത് എങ്ങോട്ടോ പോകുന്നു. This is the belief in what is called the immortality of the soul. ഇതിന് പറയുന്നത് immortality of the soul, സോളിന്റെ ഇമ്മോർട്ടാലിറ്റി എന്നാണ്. അപ്പൊ ഈ സോൾ എന്ന് പറയുമ്പോൾ ചിലര് ദേഹിയെന്നും ചിലര് ആത്മാവെന്നും മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ രണ്ട് മനസ്സിലാക്കലിനെ ഒരുമിച്ച് ചേർന്ന് ഞാൻ ഈ പറയുന്നത്. ബട്ട് വാട്ട് ഇറ്റ് റിയലി മീൻസ് എന്ന് ചോദിച്ചാൽ, സോൾ എന്നത് വാട്ട് ഇസ് റിയലി മീൻസ് എന്ന് ചോദിച്ചാൽ അത് ആത്മാവല്ല, അത് മനുഷ്യന്റെ ബോധ ബുദ്ധി ജീവമണ്ഡലമാണ്. ബോധ ബുദ്ധി ജീവമണ്ഡലമാണ്. ബിക്കോസ് സോൾ ഈസ് ഇൻ ദ ബ്ലഡ്, ജീവനാണ്, മനുഷ്യന്റെ ജീവനാണ്. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് എന്തെന്നറിയാമോ? ഇമ്മോർട്ടാലിറ്റി ഓഫ് ദ സോൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അഥവാ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മിസ്സായാൽ ഇനി പറയുന്ന ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അപ്പോൾ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ശരീരം നശിച്ചു പോകുന്നതും സോൾ ഇമ്മോർട്ടലാണ്, അനശ്വരമാണ് എന്നുമാണ്. പക്ഷെങ്കിൽ നോക്കണം, ദിസ് ഈസ് നോട്ട് ദ ക്രിസ്ത്യൻ ബിലീഫ്. ഇത് ക്രിസ്ത്യൻ ബിലീഫ് അല്ല. ദിസ് ഈസ് നോട്ട് ദി ക്രിസ്ത്യൻ ബിലീഫ്. ഞാൻ എന്താ പറഞ്ഞു വന്നത്? മനുഷ്യന്റെ ശരീരം മോർട്ടൽ, മരണം കൊണ്ട് അവസാനിക്കുന്നു, ഇവിടെ മണ്ണിൽ തീർന്നു പോകുന്നതും മനുഷ്യന്റെ സോൾ ഇമ്മോർട്ടൽ ആണെന്നും ലോകത്തിലുള്ള എല്ലാ റിലീജിയനും ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന നമ്മളുടെ ഒരുപാട് പേരും അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഇൻ ദ റിയൽ സെൻസ്, ബിബ്ലിക്കൽ സെൻസ്, ഇറ്റ് ഈസ് ദി അതർ വേ അറൗണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ ക്രിസ്ത്യൻ ബിലീഫ്. ഇറ്റ് വാസ് എവർ common. It was ever common in the ancient worlds and it can be found even today. The body is mortal, the soul is immortal എന്ന കൺസെപ്റ്റ് ഏൻഷ്യന്റ് വേൾഡ് മുഴുവൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും മോഡേൺ വേൾഡിലും as well as in many other religions, as well as even among the Christians, the same perspective remains. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ദ ക്രിസ്ത്യൻ സ്റ്റാൻസ്. എന്താണ് ബൈബിളിന്റെ നിലപാട്? ഈ കാര്യത്തിൽ ബൈബിളിന്റെ നിലപാട് എന്താണ്? ലുക്കിംഗ് ഫോർവേഡ് ടു എ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഇൻ വിച്ച് ദ ഹോൾ മാൻ വിൽ ബി റിക്കവേർഡ്. അപ്പം ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന മുഴുവൻ മനുഷ്യനെയും റിക്കവർ ചെയ്യുകയാണ്, തിരിച്ചു കൊണ്ടുവരിക. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന മുഴുവൻ മനുഷ്യനെയും തിരിച്ചു കൊണ്ടുവരിക. ബോഡി ആൻഡ് സ്പിരിറ്റ്, ദ ഹോൾ ലോട്ട്. മനസ്സിലായി? ബോഡി ആയാലും സ്പിരിറ്റ് ആയാലും സോൾ ആയാലും മുഴുവൻ തിരിച്ചു കൊണ്ടുവരിക. ദിസ് ഈസ് വൈ ദ ക്രിസ്ത്യൻ ക്രീഡ് ഓൾവേസ് സേസ്. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ ക്രീഡ് ഉണ്ട്, വിശ്വാസ പ്രമാണം പറയുമായിരുന്നു, ഐ ബിലീവ് ഇൻ ദ റിസറക്ഷൻ ഓഫ് ദ ബോഡി. ഐ ബിലീവ് ഇൻ ദി റിസറക്ഷൻ ഓഫ് ദ ബോഡി. ഞാൻ ശരീരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നു. നെവർ സേ ഐ ബിലീവ് ഇൻ ദി ഇമ്മോർട്ടാലിറ്റി ഓഫ് ദ സോൾ. പക്ഷെ ക്രിസ്ത്യൻ ക്രീഡ് എന്ത് പറയുന്നില്ല? ഐ ബിലീവ് ഇൻ ദ ഇമ്മോർട്ടാലിറ്റി ഓഫ് ദ സോൾ എന്ന് പറയുന്നില്ല. മനുഷ്യന്റെ സോൾ ഇമ്മോർട്ടൽ ആണെന്ന് ക്രിസ്ത്യൻ ക്രീഡ് പറയുന്നില്ല. It doesn't say so. The Christian belief is that the mortal soul must put on an immortal body to know the real life. വളരെ ആശയക്കുഴപ്പമുണ്ടാക്കാവുന്ന രണ്ടാമത്തെ പോയിന്റ് ഞാനിവിടെ പറയുന്നത് കേട്ടോണം. എന്താ ക്രിസ്ത്യ വിശ്വാസം എന്ന് പറയുന്നത്?
ദ മോർട്ടൽ സോൾ, മരണം കൊണ്ട് അവസാനിക്കുന്ന ദേഹി, ദി മോർട്ടൽ സോൾ, മരണം കൊണ്ട് അവസാനിക്കുന്ന ദേഹി, മസ്റ്റ് പുട്ട് ഓൺ ആൻ ഇമ്മോർട്ടൽ ബോഡി, ഇനി മരണത്തിന് അവകാശമില്ലാത്ത ഒരു ഇമ്മോർട്ടൽ ശരീരത്തെ I'm going to make it once more clear. മരണം കൊണ്ട് അവസാനിക്കുന്ന ഈ സോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ദേഹി ഇനി ഒരിക്കലും മരിക്കാത്ത ഒരു ശരീരത്തെ ധരിക്കുന്നു. അപ്പോൾ എന്ത് പറ്റി? ഈ ഈ മരണം കൊണ്ട് അവസാനിക്കുന്നു, ഈ മർത്യമായത് അമർത്യമായതിനെ ധരിക്കുന്നു. ഈ മർത്യമായത് അമർത്യമായതിനെ ധരിക്കുന്നു. ഈ മർത്യമായെന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത്? മരണം കൊണ്ട് അവസാനിക്കുന്ന ഈ സോൾ അല്ലെങ്കിൽ ഈ ദേഹി ഇനി ഒരിക്കലും മരണത്തിന് കീഴടങ്ങാത്ത ഒരു ശരീരത്തെ ധരിക്കുന്നു. അവിടെയാണ് റിയൽ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത്. അവിടെയാണ് സ്ലോഗൻ മുഴങ്ങുന്നത്. ഏതെന്നറിയാമോ അനുജ് സാറേ? മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന കാര്യം നിവർത്തിയാകുന്നത്. So far from being an immortal soul locked in a mortal body, the Christian thinks quite the other way around. അപ്പോൾ ലോകത്തിലെ എല്ലാ വിശ്വാസികളും എന്താ പറയുന്നത്? അനശ്വരമായ ഒരു സോൾ, ഒരു ദേഹി, ഒരാത്മാവെന്ന് പറയുന്നത്, അത് മരണം കൊണ്ട് അവസാനിക്കുന്ന ഈ കൂടിനകത്ത്, ഈ ശരീരം എന്ന കൂടിനകത്ത് തടച്ചിട്ടിരിക്കുന്നു. എന്നാൽ ഒരു ദിവസം ഈ കൂട് തുറന്ന്, നമ്മൾ കോഴി തുറന്നു കേട്ടോ അനുസാറേ, ഇപ്പൊ അങ്ങനെ ആൾക്ക് മനസ്സിലാകത്തില്ല. ആർക്കണ്ട് കോഴിക്കൂടല്ലോ അറിയാം. ഞങ്ങളുടെ കൊച്ചിൽ ഒരു കോഴിക്കൂടുണ്ട്. രാവിലെ അമ്മ കോഴിക്കോട് തുറന്നു വിടാത്ത, ഈ കോഴിക്കോട് തുറന്നു വിടുമ്പം കോഴി ഇങ്ങനെ മാതിരി ഈ ശരീരമാകുന്ന ആത്മാവ് പുറത്തിറങ്ങി ഇങ്ങനെ പറന്ന് അങ്ങോട്ടങ്ങ് പോകുന്നു. ഇതാണ് ഒരുപാട് പേരും നിർഭാഗ്യവശാൽ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന ആളുകൾ പോലും ഇന്ന് വരെയും ചിന്തിച്ചിരിക്കുന്ന തെറ്റായ ധാരണ. നോ, Christian thinking is the other way around. This mortal soul must put on an immortal body, and then only death is swallowed up in victory. Then only death is swallowed up in victory. എപ്പോഴാണ് മരണം നീങ്ങി ജയം വരുന്നത്? ഈ മർത്യമായ നമ്മുടെ സോൾ ഇനി ഒരിക്കലും മരണം കാണാത്തതായ ആ ശരീരത്തിലായി കഴിയുമ്പോഴാണ്, അതിന് വിഴുങ്ങി കഴിയുമ്പോഴാണ് മരണം നീങ്ങി ജയം വരുന്നത്. The thing that death does to me is to rob me off my body. അപ്പൊ മരണം എന്താണ് ചെയ്യുന്നത്? എന്നെ എന്റെ ശരീരത്തിൽ മോട്ടിക്കുക. Death is something that happens to my body. എന്റെ ശരീരത്തിന് മരണം സംഭവിക്കുക. And therefore death will not be swallowed up in victory until I get a body again. ശ്രദ്ധിച്ചോണം, ഈ റിസറക്ഷൻ നടക്കണമെങ്കിൽ മരണം കീഴ്പ്പെടുത്തി കഴിഞ്ഞ എന്റെ ഈ ശരീരം മരണത്തെ കീഴ്പ്പെടുത്തി എഴുന്നേൽക്കണം. ഇവിടെയാണ് നമ്മുടെ ക്രിയേഷൻ മെക്കാനിസം എന്ന വിഷയത്തിലേക്ക് നമുക്ക് പോകേണ്ടത്. വിൽസൺകടൽ പാസ്റ്ററെ, ഞാൻ ഒത്തിരി ഡ്രാഗിയായി പോകുന്ന പാസ്റ്റർക്ക് തോന്നുന്നുണ്ടോ? ചെറിയ തോന്നലില്ല അതില്ലേ? ഇല്ല, കുഴപ്പമില്ല പാസ്റ്ററെ, കുഴപ്പമില്ല. ഇത് കൂടുതൽ സ്പീഡ് എടുക്കാനായിട്ട് പെട്രോൾ അടിച്ച പ്രശ്നമാകും, അതുകൊണ്ടാണ്. ഓക്കെ. ആദാമിനെ ഹവ്വയും ദൈവം സൃഷ്ടിച്ച് ഈ മണ്ണുകൊണ്ട് സൃഷ്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, ദൈവം അവരോട് പറയുന്നില്ല ഈ ശരീരം ഒരു ദിവസം മരണം കൊണ്ട് അവസാനിക്കുമെന്ന് പറയുന്നില്ല. മറിച്ച് ദൈവം അവരോട് കഴിക്കാൻ പാടില്ലാത്ത വൃക്ഷത്തിന്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് പറയുന്നത്,
എക്കലക്കു ഹയോം തിമോത്ത് എന്നാണ്. എക്കലക്കു ഹയോം തിമോത്ത്. നീ ഇത് കഴിച്ചാൽ ഒരിക്കലും മരണം സംഭവിക്കാത്ത ഈ ശരീരത്തിൽ മരണം വന്നിരിക്കും. അന്ന് നീ ചാകുമെന്നല്ല പറഞ്ഞത്, ഇനി കുറേ കഴിക്കുമ്പം ഈ ശരീരം ഇല്ലാതാകും. മനസ്സിലായോ? കുറേ കഴിയുമ്പം ഈ ശരീരം ഇല്ലാതാകും. ഇനി അടുത്ത പ്രോബ്ലം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സോള് മോർട്ടലാണെന്ന് പറഞ്ഞു, മരണം കൊണ്ട് അവസാനിക്കേണ്ടതാണ്. ഈ മരണം കൊണ്ട് അവസാനിക്കുന്ന ഈ സോളിനെ ഇമ്മോർട്ടലായിട്ട് നിലനിർത്തണം. ഇമ്മോർട്ടലായിട്ട് നിലനിർത്തുന്നതിനാണ് ഏതും തോട്ടത്തിൽ എന്തോ നട്ടത്? ജീവവൃക്ഷം നട്ടത്. മനസ്സിലായോ? ജീവവൃക്ഷത്തിൽ നിന്ന് കഴിച്ചാൽ സോൾ പിന്നെ ഒരിക്കലും മരിക്കത്തില്ല. ബോഡിക്ക് ക്രിയേഷനിൽ ഏതായാലും മരണമില്ല. ഇപ്പോ സംഭവിച്ചെന്താ? മനുഷ്യൻ വിലക്കട്ട പഴം തിന്ന് ബോഡിക്ക് മോർട്ടാലിറ്റി കൊണ്ടുവന്നു. ഇനിയും കൈ നീട്ടി ജീവവൃക്ഷത്തിൽ നിന്ന് തിന്നാൽ ആ സോൾ എന്ത് ചെയ്യും? ആ സിൻഫുൾ സോൾ ഇമ്മോർട്ടലായിട്ട് കാലങ്ങൾ മുഴുവൻ കഴിയും. ഒരിക്കലും ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ അതിന് കഴിയത്തുമില്ല. അപ്പൊ ഇനി എന്ത് മാർഗമാണ് മനുഷ്യരെ രക്ഷിക്കാൻ ഒറ്റ മാർഗം എന്തുവാ? ഗിവ് ഹിം ദ പ്രിവിലേജ് ഓഫ് ഡെത്ത്. ബോഡിക്ക് മരണമെന്ന പ്രിവിലേജ് കൊടുക്കുക. ബോഡിക്ക് മരണമെന്ന പ്രിവിലേജ് കൊടുക്കുന്നതിനോട് എന്ത് ചെയ്യാൻ കഴിയും? സോളിനെ അവിടുന്ന് മാറ്റാൻ കഴിയും. So that was the method that God used in the Garden of Eden. Now we are coming back to the thing that death does to me is to rub me off my body. മരണം എന്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റുക. Death is something that happens to my body. എന്റെ ശരീരത്തിന് സംഭവിക്കുന്ന മരണം. And therefore, death will not be swallowed up in victory until I get a new body again. പോയ എന്റെ പഴയ ശരീരത്തിന് പകരം എനിക്കൊരു പുതിയ ശരീരം അവിടെ കിട്ടുന്നത് വരെ ചെയ്യാൻ കഴിയത്തില്ല. Until the body and the spirit are reunited and I am a whole person again. ഇനി എന്റെ ആത്മാവ് വീണ്ടും ഒരുമിച്ച് ചേരുന്നത് വരെ ഞാൻ മുഴുവൻ മനുഷ്യൻ ആകത്തില്ല. ഞാൻ മുഴുവൻ മനുഷ്യനാകാതെ എനിക്ക് ദൈവസന്നിധിയിൽ നിൽക്കാനും ഒക്കത്തില്ല. കാരണം തെസ്സലോനിക്ക ലേഖനത്തിൽ നിങ്ങളുടെ ആത്മാവ് ഇത് മൂന്നും ഇൻകറപ്റ്റബിൾ ആയിട്ട് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ കാണപ്പെടേണ്ടതാണ്. Your body, soul and spirit should be kept incorruptible and preserved incorruptible at the appearance of the Lord Jesus Christ. That's a Christian perspective. And only then can we say, oh death, where is your sting now? അന്ന് മാത്രമേ നമുക്ക് മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറയാൻ കഴിയത്തുള്ളൂ. We get the whole man recovered. മുഴുവൻ മനുഷ്യനെ നമുക്ക് റീകവർ ചെയ്ത് കിട്ടുക. That's why the Bible doesn't talk about going to heaven. അതുകൊണ്ടാണ് വേദപുസ്തകം മരിച്ചയാൾ നേരെ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറയാത്തത്. മനസ്സിലായി? ഒരുപാട് പേരും പറയും, ഓ സ്വർഗത്തിൽ കർത്താപ്പച്ചന്റെ അടുത്തിരിക്കുന്നു, കർത്താവിന്റെ മടിയിലിരിക്കുന്നു. നമ്മൾ ദൈവത്തെ കാണുന്ന പല ദൃശ്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിലുണ്ടതാനും അവിടെ മരിച്ചവരാരും കയറി കർത്താവിന്റെ മടിയിൽ ഇരിക്കുന്ന നമ്മളോട്ട് കാണുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നത് എന്നറിയാമോ? കർത്താവിന്റെ മടിയിൽ പോയിരിക്കുകയാണ്. ആരെങ്കിലും വിട്ടിരിക്കുന്നുള്ള എനിക്കുള്ള കുശുമ്പൊണ്ടാണെന്ന് ഇപ്പൊ ചിലർ പറയും. ബാബുവിന് കുശുമ്പാണ്. എനിക്കൊരു കുശുമ്പില്ല, നിങ്ങൾ ഇരുന്ന് നല്ല കാര്യമാണ്. ഓക്കെ, ദിസ് ഈസ് എ കോമൺ ടോക്ക് ഇൻ ദി ന്യൂ ജനറേഷൻ ചർച്ചസ്. ന്യൂ ജനറേഷന്റെ ടീച്ചിങ് ആണ്. ബട്ട് ടോക്സ് അബൌട്ട് എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ എർത്ത്. ഇറ്റ് ഈസ് സോ thoroughly real. പക്ഷെങ്കിൽ എന്തിനെ പറ്റിയാ പറയുന്നത്? വേദപുസ്തകം പറയുന്നത്
ഇന്ന് നിദ്ര പ്രാപിക്കുന്ന മരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും ദൈവം പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് ഗോഡ് പ്രിസർവ്സ് ദം, എന്നിട്ട് അവരെ പറ്റിയുള്ള ചില ഡിവൈൻ പർപ്പസസ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി അവരെ സ്വർഗത്തിലേക്ക് വിളിച്ചു വരുന്നു. അവിടെ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവരെ കൊണ്ട് ദൈവത്തിന്. അത് ചെയ്തു കഴിയുമ്പോൾ Jesus comes back to this earth, this very earth. എന്നിട്ട് എന്ത് ചെയ്യും? He renews this earth. Well, renews ശരിയല്ല കേട്ടോ. Just to get it tested. Yes, he reforms and cleanses this earth. നമ്മുടെ ഇതേ ഭൂമി, ഈ വണ്ടിയും വള്ളവും ട്രെയിനും ഫ്ലൈറ്റും ഒക്കെയുള്ള ഇതേ ഭൂമിയെ ദൈവം എന്തെന്നറിയാമോ? ദൈവം ഇതിനെ ഒന്ന് പുതുക്കും. എങ്ങനെ പുതുക്കുന്നത് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമിയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ എന്റെ വിശുദ്ധ പരുവത്തിൽ ആരും ഒരു ദോഷവും ചെയ്തില്ല. ആ അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് God will rule this earth for 1,000 years. അത് കഴിഞ്ഞത് സംഭവിക്കുന്ന അറിയാമോ? God destroys this earth. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നു. So what do I see? I see new earth and new heaven. പഴയത്തെ ആകാശമില്ല, സമുദ്രം ഇനി ഇല്ല. കണ്ടോ? അവരെല്ലാം പോയി കഴിഞ്ഞെന്നറിയാമോ? പുതിയ ആകാശവും പുതിയ ഭൂമി ഉണ്ടാകും. ആ പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുമ്പം God himself changes his accommodation and address. ദൈവത്തിന്റെ അക്കോമഡേഷനും അഡ്രസ്സും മാറി. എന്താ പറ്റി? ഇതാ മനുഷ്യനോടുകൂടി ദൈവത്തിന്റെ കൂടാരം. God himself comes down to the new earth and to the new heaven to live with his children whose body he has reformed. താൻ പുതുക്കി നൽകിയ, താൻ ഹോൾ ആക്കി മാറ്റിയ, ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ദൈവം റിന്യൂ ചെയ്ത ആ മനുഷ്യനോടുകൂടെ ഈ പുതിയ ആകാശത്തിൽ പുതിയ ഭൂമിയിലും ദൈവം വാഴുന്നു എന്നുള്ളതാണ് ബിബ്ലിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് as it talks about life beyond grave, that has a body in him. But life beyond grave, life beyond grave, ശവക്കല്ലറയ്ക്ക് അപ്പുറത്ത് ഒരു ജീവിതമുണ്ട്, ഒരു ജീവനുണ്ടെന്നുള്ളതുകൊണ്ട്. That life has a body. It talks about a life beyond the grave in a new earth. പുതിയ ഭൂമിയിൽ ഈ കല്ലറയ്ക്ക് അപ്പുറം ജീവിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് വേദപുസ്തകത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ വി ആർ നോട്ട് ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഗോയിങ് ടു ഹെവൻ, വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഗോയിങ് ടു ദാറ്റ് ന്യൂ എർത്ത്. നമ്മൾ എങ്ങനെങ്കിലും എനിക്കങ്ങ് സ്വർഗത്തിനങ്ങ് പോയാ മതി. നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ഡിഫറൻസ് ഉണ്ടോ? നമ്മുടെ പ്രാർത്ഥന കർത്താവേ എന്നെ എങ്ങനെയും അങ്ങ് എടുത്തോണ്ടാ മതി, ഇവനെ കൊണ്ടുവച്ച് സാധിക്കാനാവട്ടെ. വേറൊരു കാര്യം, അതിനെപ്പറ്റി ഒരു വിവരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. അപ്പോ നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതാണ് ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ഗോയിങ്, വി ആർ നോട്ട് talking about going to heaven. Unfortunately, even among Christians, what we most find is the pagan belief about life after death. Life after death നെ പറ്റി ഉള്ള pagan belief ഉണ്ടല്ലോ, അപരിഷ്കൃതർ ആദിവാസികളുടെ വിശ്വാസം ഇതാ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത്. They believe that the body stays here and the soul goes to heaven. അവരെന്താ പറയുന്നത് അറിയാമോ? ശരീരം ഇവിടെ കിടക്കും, ഇനി ആത്മാവോ സ്വർഗത്തിലേക്ക് പോകും. ഞാൻ മുമ്പ് കാനഡയിൽ ക്ലാസ് എടുത്തപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇവിടെ ചർച്ച് ഓഫ് എംഗ്ലണ്ടിൽ ഒരു അച്ഛൻ പ്രസംഗിക്കുക കേട്ടോ, നല്ല വിവരമാണ് കേട്ടോ പുള്ളി പ്രസംഗിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ശരീരം മിഡിൽ ഈസ്റ്റിൽ എവിടെയോ ദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു, അവന്റെ ആത്മാവോ
പറന്ന് പറന്ന് ഉയരങ്ങൾ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തൊരു ദൂതാണ്. നമ്മുടെ വന്നിരുന്നെങ്കിൽ നമ്മുടെ രണ്ട് അന്വേഷയോടെ പറഞ്ഞ് കൈയടിച്ച് സ്വോത്രം ഹല്ലേലൂയയും പറഞ്ഞൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ തത്സമയങ്ങളിൽ ഇങ്ങനെ കേട്ട് ഒരിക്കലും മിണ്ടത്തില്ല, ചുമ്മാ ഇരുന്നു. എന്തോ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല അവരുടെ പോട്ടെ. അപ്പൊ പറഞ്ഞ മണ്ടത്തരം കേട്ടോ. യേശു ക്രിസ്തുവിന്റെ ശരീരം മിഡിൽ ഈസ്റ്റിൽ എവിടെയോ ദ്രവിച്ചു, ഇവിടെ പുള്ളിക്ക് ഒരു പിടിയില്ല, എവിടെയോ ദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. അവന്റെ ആത്മാവോ ഉന്നതങ്ങളിലേക്ക് ഇങ്ങനെ പറന്ന് 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 പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് പെയ്ഗൻ ബിലീഫാണ്. ക്രിസ്ത്യാനിറ്റിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. It talks about a life beyond the grave in the new earth. അപ്പൊ ക്രിസ്ത്യൻസ് പറയുന്നത് എ ലൈഫ് ബിയോണ്ട് ദ ഗ്രേവ് ഇൻ ദ ന്യൂ എർത്ത് ആണ് കേട്ടോ. They believe that the body stays here and the soul goes to heaven. അത് പെയ്ഗൻ ബിലീവാണ്. ഏതാ? ശരീരം ഇവിടെ കിടക്കും, ആത്മാവ് സ്വർഗ്ഗത്തിൽ പോകുന്നുള്ളത്. Let us believe in the full gospel that there shall be a new heaven and a new earth. അപ്പോൾ ഫുൾ ഗോസ്പലിലാണ് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്ന ഒന്നാമത്തെ കാര്യം ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഉണ്ടാകും. That I am to be saved, not only spirit alive or soul alive, but body also alive. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ഭാഗത്തും രക്ഷ ആപ്ലിക്കബിൾ ആകണം. ഏത് മൂന്ന് ഭാഗത്തും? ശരീരത്തിൽ ആപ്ലിക്കബിൾ ആകണം, പിന്നെ സോളിൽ ആപ്ലിക്കബിൾ ആകണം, സ്പിരിറ്റിലും ആപ്ലിക്കബിൾ ആകണം. കാര്യം ഈ മൂന്നും ഇൻകറപ്റ്റബിളായി ദൈവസന്നിധിയിൽ ചെല്ലേണ്ടതാണ്. അപ്പൊ രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വലി ആപ്ലിക്കബിൾ ടു ഓൾ ദീസ് ത്രീ എലമെന്റ്സ്. പക്ഷെ എങ്ങനെയോ നമ്മളുടെ ഇടയിലുള്ള ധാരണ എന്ന് പറയുന്നത് രക്ഷ ശരീരത്തിന് മാത്രമാണെന്നാണ്. അപ്പൊ നമ്മുടെ ഫോക്കസ് മുഴുവൻ എന്തെന്നറിയാമോ? ശരീരത്തിന്റെ ആവശ്യങ്ങൾ, രോഗമൊന്നും ഉണ്ടാകരുത്, ദീനമെല്ലാം പ്രാർത്ഥിച്ച് മാറ്റണം, നല്ല ആരോഗ്യത്തോടിരിക്കണം, നല്ല സൗന്ദര്യത്തോടിരിക്കണം, നല്ല ബുദ്ധിയോട്ടിരിക്കണം, നല്ല ജോലി കിട്ടണം, ഇഷ്ടംപോലെ പൈസ കിട്ടണം, വലിയ വലിയ വസ്തുക്കൾ, ഇതെല്ലാം ആരുടെ ആവശ്യമാണ്? ശരീരത്തിൻ്റെ. അത് നടന്നില്ലെന്ന് നമ്മൾ ഏത് കോൺഫറൻസിൽ വരുമ്പോൾ എന്താ കർത്താവ് രോഗശാന്തി ശുശ്രൂഷ അനുഭവിക്കാൻ. കാരണം നിന്റെ രോഗം മുഴുവൻ ശരീരത്തിന്റെ മാറിയാലും നിന്റെ ആത്മാവിന്റെ രോഗം സൗഖ്യമായില്ലെങ്കിൽ നീ എങ്ങോട്ട് പോവാ? അതിനെപ്പറ്റി നമുക്ക് യാതൊരു ധാരണയില്ല. We never address that issue. Okay, let me leave that aside. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് the serious question. Okay, let us believe that in the full gospel that there shall be a new heaven, a new earth, and I'm going to be there. Now, one groans waiting for this new body, and how we love to be off and have that new life. അപ്പൊ നോക്കിക്കോണേ, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ച നമ്മുടെ പുത്രത്വത്തിന്റെ, നമ്മുടെ ആത്മാവിന്റെ ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാംക്ഷിച്ചുകൊണ്ട് ഞരങ്ങുകയാണ് ഉള്ളിൽ. ദ ഫസ്റ്റ് ഗിഫ്റ്റ്, ആത്മാവ് ആദ്യദാനം പ്രാപിച്ചു. ഇനി പ്രാപിക്കേണ്ട എന്താണ്? ഈ കറപ്റ്റബിളായി ബോഡി ഇൻകറപ്റ്റബിളായി മാറുക. ദാറ്റ് ഈസ് ദി റിഡംഷൻ ഓഫ് ദ ബോഡി. ദാറ്റ് ഈസ് ദ റിഡംഷൻ ഓഫ് ദ ബോഡി. അപ്പം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം, അവിടെയാണ് നമ്മുടെ പുത്രത്വം പൂർണ്ണമാകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉള്ളിൽ ഞരങ്ങുക. That is a real Christian perspective എന്ന് പറയുന്നത്. Now, here comes a serious question. How comes a little heap of decomposed body becomes a new life? നോക്കിക്കോണേ, നമ്മൾ കല്ലറയിൽ കൊണ്ട് വെച്ചതായ ആ ഇച്ചിരിയുള്ള ശരീരം ഒരു മാസം കഴിയുമ്പോൾ ചെന്നാൽ അതും തുറന്നു നോക്കണം, ഇതെങ്ങനെ ഇരിക്കുന്നത് അറിയാം. ഒരു വർഷം കഴിയുമ്പോൾ 3-4 എല്ലല്ലാതെ ഒന്നും അതിനകത്ത് കാണത്തില്ല. കുറേ കൂടെ കഴിഞ്ഞാൽ എന്തെങ്കിലും തപ്പിയെടുക്കാൻ കാണത്തില്ല. ഇത് എങ്ങനെ പുതിയ ശരീരമായി മാറുന്നു? അവിടെ നമ്മൾ വായിച്ചത്, എന്നാൽ ഒരുവൻ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്നു. ഹൗ ഈസ് ഇറ്റ് ഹ്യൂമൻലി പോസിബിൾ
sorry, or even divinely possible that the dead shall come back to life. How is it even divinely possible that the dead shall come back to life? മരിച്ചവരെങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഒരുത്തൻ ചോദിക്കുന്നു. അതാണ് സീരിയസ് ക്വസ്റ്റ്യൻ. And what about all those who have been cremated? ഇനി അടുത്ത സംഗതി ഉണ്ട്. എല്ലാരും കുഴിച്ചിട്ടില്ലല്ലോ, ഒത്തിരി പേര് കത്തിച്ചു കളഞ്ഞില്ലേ? ഇനി വേറെ ഒരെണ്ണത്തിനെ ചാരമാക്കി വിതറിക്കളഞ്ഞില്ലയോ? എടുക്കാനില്ലല്ലോ. വെട്ടിമുറിച്ചൊക്കെ ഈ മൃഗങ്ങൾക്കും മത്സ്യത്തിനും കൊടുത്തില്ലയോ? അതൊക്കെ എവിടുന്ന് എന്ത് സംഭവിക്കുന്നത്? എവിടുന്ന് വരും? What is the mechanism or mechanics with which God can rebuild a new body out of it? ഒന്നിയിൽ കല്ലറെ കൊണ്ടുവച്ച് അവിടെ ദ്രവിച്ചില്ലാതായി, പിന്നെ കല്ലറ പോലും അവിടെ നമുക്കറിയത്തില്ല. കത്തിച്ചു കളഞ്ഞു, ചാരമായി പോയി. വെട്ടി നുറുക്കി 1000 കഷ്ണമായിട്ട് എറിഞ്ഞു കളഞ്ഞു, കാക്കയ്ക്ക് കൊടുത്തു. ഏതൊക്കെ കാക്കയുടെ വയറ്റിന്നതിനെ എടുത്ത് തിരിച്ചു കൊണ്ടുവരേണ്ടത്? എങ്ങനെയാണ് ഈ പുതിയ ശരീരം ഉണ്ടാകുന്നത്? വാട്ട് ഈസ് ദി മെക്കാനിസം? അപ്പോസ്തലനായ പൗലോസ് വളരെ മനോഹരമായിട്ട് ഈ കൊരിന്ത്യർ ലേഖനത്തിൽ ഈ ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്യുന്നത് പോലെ വേറെ ആരും ഒരിടത്തും പറഞ്ഞിട്ടില്ല. Paul says that you are foolish if you ask such foolish questions. ഇതൊരു ഫൂളിഷ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അതാ ചോദിക്കുന്നെങ്കിൽ you are yourself foolish. However, here is the answer. മറുപടി ഉണ്ട്. First of all, you just go back to your own back garden and there you shall find an answer. നിങ്ങളുടെ ഗാർഡനിൽ, വീടിന്റെ പുറകിലുള്ള ഗാർഡനിലോട്ടൊന്ന് പോകണം. അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. യു ഗെറ്റ് ദി ആൻസർ ഇൻ യുവർ ബാക്ക് ഗാർഡൻ. എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്? There is a miracle of rebirth you witness in your garden. നമ്മുടെ ഗാർഡനില് പോയാല് റീബേർത്ത് എന്നൊരു മിറക്കിൾ, a miracle called rebirth, you are able to witness there every day. There's a miracle. It might not have struck you so far, but it is a simile of the new body. ന്യൂ ബോഡി എങ്ങനെ ഉണ്ടാകുന്നു അതിൻ്റെ ഒരു സാദൃശ്യമാണ്, ഒരു സാമ്യരൂപമാണ് നമ്മുടെ ഗാർഡനിൽ സ്ഥിരമായിട്ട് നടക്കുന്നത്. വാട്ട് യു ഡു ഇൻ യുവർ ഗാർഡൻ? നമ്മളെന്താ അവിടെ ചെയ്യുന്നത്? യു ടേക്ക് എ സീഡ് ആൻഡ് യു ബറി ഇറ്റ് ഇൻ ദ സോയിൽ. ഒരു സീഡ് എടുത്തിട്ട്, ഒരു വിത്ത് എടുത്തിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുക. വെൻ യു ഡു ദാറ്റ്, the one thought in your mind is this. നമ്മൾ ഈ സീഡ് കൊണ്ട് കുഴിച്ചിടുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത എന്തെന്നറിയാമോ? Even though that seed is going to die and go back to dust, നമ്മൾ വിതച്ച ഈ സീഡ് അത് ഡസ്റ്റിലേക്ക്, പൊടിയിലേക്ക് തിരിച്ചു പോകും. പക്ഷെങ്കിൽ you do it confidently, expecting that from that very soil will blossom red life. ഈ നമ്മൾ കൊണ്ട് കുഴിച്ചിട്ടതായ ഈ സീഡ് അത് എവിടെ, ഏത് മണ്ണിൽ അഴുകി ചേർന്നോ അവിടെ നിന്ന് ജീവന്റെ തുടിപ്പ് എഴുന്നേറ്റ് വരും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. From that seed, that dead seed is going to come life ആയി വരാൻ പോകുന്നത്. And ultimately, new bodies will emerge just like the one that you planted. അവസാനം എന്താ കാണുന്നത്? നമ്മൾ പ്ലാന്റ് ചെയ്ത ആ സീഡ് എങ്ങനായിരുന്നു അതുപോലത്തെ പ്ലാന്റ് ഇതാ എഴുന്നേറ്റ് വരുന്നു. നമ്മുടെ പൊട്ടാറ്റോ നമുക്ക് പിന്നെ കേരളത്തിലാരും പൊട്ടാറ്റോ കൃഷി അതുകൊണ്ട് കുഴപ്പമില്ല. വിൻസെന്റ് ഒരു പാസ്റ്റർക്ക് ആണെങ്കിൽ 2-3 ഏക്കർ പൊട്ടാറ്റോ കൃഷി ഉണ്ടെന്ന് അറിഞ്ഞു. ശരിയാണോ പാസ്റ്ററെ? ഒന്നും പറയുന്നില്ല. നമ്മൾ അവിടെ വരുന്നത് എന്താ കൃഷി ചെയ്യാറുണ്ട്, കുഴപ്പമില്ല. അത്ര 3-4 ഏക്കർ ഇല്ലെന്ന് ഇവിടെ ഇല്ല. നമുക്കവിടെ ഒരു മെഴുകുവരട്ടി എന്ന് വെച്ചാൽ മതിയില്ല, അത് കൂടുതലൊന്നും വേണ്ടല്ലോ. നമുക്കൊരു മെഴുകുവരട്ടി കൊള്ളാൽ മതി. എന്റെ മാക്സിമം ഒരു കറിക്കും.
നമ്മൾ കൊണ്ട് ഒരു പൊട്ടേറ്റോ കൊണ്ടിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതവിടെ അഴുകും. അഴുകി 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 ഡിക്കമ്പോസ് ചെയ്ത് ഇതില്ലാതാകുക. ഞാനിപ്പോ ഒരു കാര്യം ഓർക്കുകയാണേ. ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ്. എൻ്റെ ജ്യേഷ്ഠൻ അന്ന് 2 വയസ്സ് പറ്റേ ഉള്ളൂ. ഈ മഴക്കാലത്ത് ആൾക്കാരെല്ലാം ഈ കൃഷി ഇറക്കുമല്ലോ. അപ്പൊ അമ്മ കുറച്ച് പയർ വിത്തുമായിട്ട് എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ടുപോയി ഈ പയർ വിത്ത് പിടിച്ചിടുക. അപ്പം ജ്യേഷ്ഠൻ ചോദിച്ചു, അമ്മ എന്തേ നമ്മൾ ചെയ്യുന്നത്? അത് കിളുത്ത് വരുമ്പം നമുക്ക് പയർ കൂട്ടാൻ വെക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ മനസ്സിൽ ഐഡിയ തിരിച്ചു, അതായത് കിളുത്ത് വരുമ്പോൾ പയർ കൂട്ടാൻ വെക്കാൻ കിട്ടും. അത്രേ കിട്ടിയുള്ളൂ. പുള്ളി ഡെയിലി അവിടെ പോയി നോക്കും കിളുക്കുന്നുണ്ടോ എന്ന്. 3-ാമത്തെ ദിവസം നോക്കിയപ്പോൾ ഇതെല്ലാം കിളുത്ത് വന്നിരിക്കുന്നു. എന്തെന്നറിയോ? പെട്ടെന്ന് മുഴുവൻ പറിച്ചു അമ്മയെ കൊണ്ടുപോകും. അമ്മേ, ഇത് കംപ്ലീറ്റ് കിളുത്തിരിക്കുന്നു, അമ്മ കൂട്ടാൻ വെച്ചോട്ടെന്ന്. നമ്മൾ കൊണ്ട് കുഴിച്ചു വെക്കുന്ന ഒരു പൊട്ടേറ്റോ അത് അഴുകി ഡിക്കമ്പോസ്ഡായി ആ പൊട്ടേറ്റോ ഇല്ലാതാകുക. അല്ലേ? അപ്പം ആ അഴുകി ഇല്ലാതായിടത്തു നിന്ന് ഒരു പുതിയ പ്ലാന്റും പുതിയ പൊട്ടേറ്റോസും ഉണ്ടാകുന്ന നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ പൊട്ടേറ്റോ കൊണ്ട് കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അവിടെ കുഴിച്ചിടുമ്പോൾ. Now the question, then why you cannot believe that same miracle of rebirth cannot happen in your graveyard? നിങ്ങളുടെ ഗാർഡനിൽ നടന്ന മിറക്കിൾ നിങ്ങളുടെ ശ്മശാനത്തിൽ നടക്കത്തില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നിങ്ങളുടെ ഗാർഡനിൽ നശിച്ചുപോയ ഡികമ്പോസ്ഡ് ആയ പൊട്ടറ്റോയിൽ നിന്ന് ലൈഫ് തിരിച്ചു കൊണ്ടുവരാൻ സൃഷ്ടാവിന് കഴിയുമെങ്കിൽ, യെസ്, നിങ്ങൾ കൊണ്ട് ശവക്കല്ലറിൽ വെച്ച അവിടെ നിന്ന് നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും തിരിച്ച് ലൈഫ് കൊണ്ടുവരാൻ നിന്റെ സൃഷ്ടാവിന് കഴിയത്തില്ല എന്ന് നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ഇറ്റ്സ് എ മിറക്കിൾ ദാറ്റ് ഹാപ്പൻസ് ഇൻ യുവർ ഗാർഡൻ. ഗാർഡനിൽ സംഭവിക്കുമെങ്കിൽ unless God is not in the garden to give that life, miracle would not happen. ഗാർഡനിൽ നിങ്ങൾ കൊണ്ട് കുഴിച്ചിട്ടതായ ഇതിനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നതിനുള്ള മിറക്കിള് ചെയ്യുന്നതിന് ദൈവം അവിടെ ഇല്ലെങ്കിൽ, ഈ പൊട്ടറ്റോ തിരിച്ച് ജീവനിലേക്ക് വരത്തില്ല എങ്കിൽ, നിങ്ങളുടെ ശ്മശാനത്തിൽ നിങ്ങൾ കൊണ്ടുവച്ച ആ ശവശരീരത്തിൽ നിന്ന് ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ, ആ മിറക്കിള് ചെയ്യാൻ ദൈവത്തിന് കഴിയത്തില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? വാട്ട് യു ബറി വുഡ് സിംപിളി ഡിസപ്പിയർ. ദൈവം അവിടെ ഇല്ലെന്നിരിക്കട്ടെ, ആ പൊട്ടറ്റോയും തിരിച്ചു വരത്തില്ല. പിന്നെ എന്തും തിരിച്ചു വരത്തില്ല? നമ്മൾ കൊണ്ട് മണ്ണിനടിയിൽ വെച്ച ശവശരീരം തിരിച്ചു വരത്തില്ല. ഇറ്റ് ഡസന്റ് മാറ്റർ ടു ഗോഡ് വേർ യു ആർ ബറീഡ് ഓർ ക്രിമേറ്റഡ്. നിങ്ങളെ ബറി ചെയ്തോ, നിങ്ങളെ ക്രിമേറ്റ് ചെയ്തോ, ഇതൊന്നും ദൈവത്തിന്റെ പ്രശ്നമല്ല. യു ക്യാൻ സിംപ്ലി ബ്രിങ് ബാക്ക് ടു ദ ന്യൂ ലൈഫ്. പുതിയ ലൈഫിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ സൈക്കോളജിക്കൽ ഇംപ്രഷൻ ദേ ക്രിയേറ്റ്. പക്ഷെ വേറൊരു കാര്യമാണ്, ഈ കുഴിച്ചിടലും ഈ ക്രിമേഷനും തമ്മിൽ ഒരു സൈക്കോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. എന്താ സൈക്കോളജിക്കൽ ഡിഫറൻസ് പറഞ്ഞാൽ, നമ്മൾ മണ്ണിൽ കൊണ്ടുവെക്കുന്നത് തിരിച്ചു വരാമെന്ന ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. പക്ഷെ നമ്മൾ കത്തിച്ച് കളയുന്നതൊന്നും തിരിച്ചു വരുമെന്നുള്ള പ്രത്യാശയ്ക്ക് അവിടെ വകയില്ല. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. എന്ന് പറഞ്ഞാൽ ബോഡി ക്രിമേറ്റ് ചെയ്ത വിശുദ്ധന്മാർ തിരികെ വരത്തില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ബൈബിളും അങ്ങനെ പറയുന്നില്ല. കാരണം ദൈവത്തിനത് പ്രശ്നമല്ല. ദാറ്റ് ഡസന്റ് മാറ്റർ ടു ഗോഡ്. പക്ഷെ സൈക്കോളജിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇംഗ്ലണ്ടിലാണെങ്കിൽ
ഒരുപാട് പാസ്റ്റർമാരും ഒരുപാടെന്ന് പറഞ്ഞാൽ നല്ല 100% പറയാം, അവർ ക്രിമേഷൻ ഇഷ്ടപ്പെടുന്നില്ല. അവരിഷ്ടപ്പെടുന്ന ഒരു ബറിയലാണ്. അത് ഞാനീ പറഞ്ഞൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആണ്. കാര്യം വാട്ട് യു പുട്ട് ഇൻ ഫയർ യു ഡോണ്ട് എക്സ്പെക്ട് ടു കം ബാക്ക് ടു ലൈഫ്. ദിസ് ഈസ് ദ ഫസ്റ്റ് പിക്ചർ. അപ്പൊ നോക്കണേ, എങ്ങനെയാണ് ഒരു ശരീരം ജീവനിലേക്ക് വരുന്നത്. ഒന്നാമത്തെ പിക്ചർ പൗലോസ് പറയുന്നത് ദ മിറക്കിൾ ഇൻ ദ ഗാർഡൻ. നിങ്ങളുടെ ഗാർഡനിലെ മിറക്കിൾ നടക്കുന്നെങ്കിൽ നിങ്ങളുടെ സെമിത്തേരിയിലെ മിറക്കിൾ നടക്കും. Then why does it seem strange to you that planting a seed in the earth and expecting a new body to come from it? അപ്പൊ നമ്മള് ഒരു സീഡ് കൊണ്ട് കുഴിച്ചിടുന്നു, ഒരു പുതിയ ബോഡി അതിനകത്ത് വരുന്നു പറയുമ്പോൾ അത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയ കാര്യം എന്താ? Is there any difference in the planting of a body in the earth and expecting a new life to come from it? ഒരു ഡെഡ് ബോഡി കൊണ്ട് കുടിച്ചിടുക, അതിനകത്തുനിന്ന് ഒരു പുതിയ ജീവൻ വരുമെന്ന് പ്രതീക്ഷിക്കുക. Is there any difference? In other words, our new body has some connection with our old body. പൊട്ടാറ്റോ കൊണ്ട് കുഴിച്ചിട്ടു, കിളിച്ചു വന്നപ്പോ എല്ലാം ടൊമാറ്റോ. ഇന്നുവരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അനീസ് സാറേ? പൊട്ടാറ്റോ കൊണ്ട് കുഴിച്ചിട്ടത്, കിളിച്ചു വന്നപ്പോ എല്ലാം ടൊമാറ്റോ. അങ്ങനെ സംഭവിക്കുന്നില്ല. അങ്ങനാണെങ്കിൽ നമ്മൾ കുഴിച്ചിട്ട പഴയ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിനോട് ഏറെ സാമ്യമുള്ള, ഏറെ കണക്റ്റഡ് ആയ ഒരു ബോഡിയെ തിരിച്ചു വരത്തുള്ളൂ. As the new plant has some connection with the old plant. പുതിയ പ്ലാന്റിന് പഴയ പ്ലാന്റുമായിട്ട്, പഴയ ചെടിയുമായിട്ട് കണക്ഷൻ ഉള്ളതുപോലെ ഇറ്റ് വിൽ നോട്ട് ബി ദ സെയിം ബോഡി റിവൈവ്ഡ്. ശ്രദ്ധിച്ചോണം, ആ സെയിം ബോഡി റിവൈവ് ചെയ്യുകയല്ല. നമ്മൾ കൊണ്ട് കുഴിച്ചിട്ട് അതേ ശരീരം റിവൈവ് ചെയ്യല്ല. നോട്ട് വിത്ത് ദ സെയിം ആറ്റം പുട്ട് ടുഗദർ അഗെയിൻ. ആ കൊണ്ട് കുഴിച്ചിടുമ്പോൾ അതിന് എന്തൊക്കെ ആറ്റം ഉണ്ടായിരുന്നു, അതേ ആറ്റംസ് തിരിച്ചു വന്ന് ബോഡി ഉണ്ടാകുകയല്ല. എനി മോർ ദാൻ ദ പ്ലാന്റ് ദാറ്റ് കെയിം അപ്പ്, ഇറ്റ് ഈസ് ദ സെയിം സീഡ് ദാറ്റ് യു പുട്ട് ഇൻ. നിങ്ങൾ കൊണ്ട് കുഴിച്ചിട്ട ആ സീഡാണ് തിരിച്ചു വരുന്നത്, പക്ഷെ എന്തല്ല, സെയിം ബോഡി അല്ല. യെസ്, ദർ ഇസ് എ കണക്ഷൻ ആൻഡ് ദർ ഇസ് എ കണ്ടിന്യൂറ്റി. അവിടെ നമുക്ക് രണ്ട് കാര്യമാണ്. ഒന്ന്, പഴയ ബോഡിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. രണ്ട്, പഴയ ബോഡിയുടെ കണ്ടിന്യൂറ്റി, തുടർച്ചയുണ്ട്. ബട്ട് എ ന്യൂ ബോഡി ഹാസ് കം where the old has gone back to the dust. പഴയത് പൊടിയിലേക്ക് തിരിച്ചു പോയിടത്തു നിന്ന് പുതിയ ബോഡി എഴുന്നേറ്റ് വന്നു. പഴയത് പൊടിയിലേക്ക് തിരിച്ചു പോയിടത്തു നിന്ന് പുതിയ എഴുന്നേറ്റ് വന്നു. ഇനി രണ്ടാമത്തെ ഇല്ലസ്ട്രേഷൻ പൗലോസ് പറയുന്നത്, ഗോ ബാക്ക് ടു യുവർ ഗാർഡൻ ആൻഡ് ദെൻ ലുക്ക് അപ്പ്. ആദ്യം പറഞ്ഞു ഗാർഡനിൽ പോയിട്ട് മണ്ണ് നോക്കാൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ഗാർഡനിൽ പോയിട്ട് ആകാശത്തോട്ട് നോക്കണം. And you will see that God has made different kinds of bodies for different kinds of environments. വ്യത്യസ്തമായ എൻവയറോൺമെന്റ്സിന് വേണ്ടി വ്യത്യസ്തമായ ബോഡീസ്, വ്യത്യസ്തമായ ശരീരങ്ങളെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. യു ക്യാൻ സി ദിസ് റൈറ്റ് ത്രൂ ദ നേച്ചർ. ഈ വേൾഡ് ഓഫ് നേച്ചർ കൂടെ നമ്മൾ നോക്കിയാൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ ശരീരങ്ങളുണ്ട് കേട്ടോ. He has made some kind of bodies for some purpose in some environments. ഉദാഹരണം, ആകാശത്തിൽ പറക്കുന്ന പക്ഷികളുടെ ശരീരമുണ്ട്, വെള്ളത്തിൽ നീന്തുന്നതായ മത്സ്യങ്ങളുടെ ശരീരമുണ്ട്, കാട്ടിൽ താമസിക്കുന്നതായ മൃഗങ്ങളുടെ ശരീരമുണ്ട്, നാട്ടിൽ താമസിക്കുന്ന മനുഷ്യന്റെ ശരീരമുണ്ട്. അപ്പൊ ശരീരവും തമ്മിൽ വ്യത്യാസമുണ്ട്. Some kind of bodies for the birds that fly in the sky. Another kind of bodies for the fish in the water. Another kind of body for men who walk in open space. Look up the sky. You see the sun, the brightest up there. ആകാശ് നോക്കിയാൽ ഏറ്റവും ശോഭയുള്ള സൂര്യനെ കാണാം, അത് കഴിഞ്ഞ് ചന്ദ്രനെ കാണാം, അത് കഴിഞ്ഞ് നക്ഷത്രങ്ങളെ കാണാം. ഇനി ഹെവൻലി ബോഡീസ് ഉണ്ട്, എർത്തിലി ബോഡീസും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുണ്ട്,
ഭൗമിക ശരീരങ്ങളുമുണ്ട്. ഇപ്പൊ സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും വസിക്കുന്നത് വ്യത്യസ്തമായ എൻവയറോൺമെന്റ്സിലാണ്. എല്ലാ ശരീരവും ഒരു എൻവയറോൺമെന്റിലല്ല വസിക്കുന്നത്. ഇപ്പൊ നമ്മള് പക്ഷികളെ കൊണ്ട് കടലിൽ വിട്ടു കഴിഞ്ഞാൽ എത്ര ആൾ ജീവിക്കാൻ എനിക്കറിയത്തില്ല. മീനെ പിടിച്ച് ആകാശത്ത് വിട്ടാൽ നമ്മൾ പണ്ട് ഇന്ത്യ ഉപഗ്രഹം വിക്ഷേപിക്കുമ്പോഴാണ് പോയതുപോലെ തിരിച്ചു പോരുമായിരുന്നു. അപ്പം വ്യത്യസ്തമായ ശരീരങ്ങളുണ്ട്. യെസ്, ആത്മീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. God can make any kind of body. He wishes for any kind of environment. ദൈവത്തിന് തനിക്കിഷ്ടമുള്ള ഏത് പശ്ചാത്തലത്തിലും ഏത് സാഹചര്യത്തിലും ജീവിക്കുന്നതിന് അതിന് ഉചിതമായ ഒരു ശരീരം സൃഷ്ടിക്കാൻ കഴിയുന്നു. ആൻഡ് സിൻസ് he is going to create a new heaven and a new earth, since God is going to create a new heaven and a new earth, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കാനിരിക്കുന്നുണ്ട്. he is perfectly able to make a new body for you to inhabit the new environment. ദൈവം സൃഷ്ടിക്കാനിരിക്കുന്ന ആ പുതിയ ആകാശം, ആ പുതിയ ഭൂമി എന്ന ആ പുതിയ എൻവയറോൺമെന്റിൽ ഞാൻ താമസിക്കുന്നതിന് വേണ്ടി എനിക്ക് ആ എൻവയറോൺമെന്റിന് ഉചിതമായ ഒരു ശരീരം തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതാണ് ബേസിക് ക്രിസ്ത്യൻ ഫെയ്ത്ത്. സോ യു ജസ്റ്റ് നീഡ് ടു ലുക്ക് അറ്റ് നേച്ചർ ടു ബിലീവ് ഇൻ ദ റിസറക്ഷൻ ഓഫ് ദ ബോഡി. അപ്പൊ റിസറക്ഷൻ ഓഫ് ദ ബോഡി മനസ്സിലാക്കാൻ വേൾഡ് ഓഫ് നേച്ചർ നോക്കി വെച്ചാൽ മതി. ഇറ്റ് ഈസ് ഗോഡ് ഹു ഗീവ്സ് ഇറ്റ് ഹിസ് പവർ. ദൈവമാണ് ഓരോ ശരീരത്തിനും ജീവനിലേക്ക് തിരിച്ചു വരുന്നതിന് തൻ്റെ പവർ കൊടുക്കുന്നത്. പോൾ ഈസ് ഏബിൾ ടു ആർഗ്യൂ ഫ്രം നേച്ചർ ടു സാൽവേഷൻ ബിക്കോസ് ദ സെയിം ഗോഡ് ഡസ് ബോത്ത്. അവൻ പ്രകൃതിയെ നോക്കി സാൽവേഷനെ പറ്റി പറയുന്നു പൗലോസ്. എന്തുകൊണ്ട്? The God who works in nature is the same God who works out my salvation. ഈ പ്രകൃതിയിൽ പ്രവർത്തിക്കുന്ന അതേ ദൈവമാണ് എൻ്റെ സാൽവേഷൻ വർക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രകൃതിയിൽ ദൈവം അങ്ങനെ വർക്ക് ചെയ്യുമെങ്കിൽ in my salvation also God can work the way in which he wants to work it out. Then God who works in my back garden just now as I teach here. ഞാൻ ഇവിടുന്ന് പഠിക്കുമ്പോഴേ എനിക്ക് നല്ലൊരു ഗാർഡൻ ഇവിടെ ഉണ്ട്. ഒരു ഏക്കർ ചതുരശ്രമയിൽ നല്ലൊരു ഗാർഡനാണ് എൻ്റെ വീടിനോട് ചേർന്നുള്ളത്. ഞാനിവിടെ ക്ലാസ് എടുക്കുമ്പം ദൈവത്തിന്റെ ശക്തി ആ ഗാർഡനിൽ വർക്ക് ചെയ്യാണ്. ഈസ് ദ വെരി സെയിം ഗോഡ് ഹു ഈസ് ഗോയിങ് ടു വർക്ക് ഇൻ ദോസ് സെമിറ്ററീസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ഗാർഡനിൽ വർക്ക് ചെയ്യുന്ന ഇതേ ദൈവമാണ് സെമിത്തേരിയിലും പ്രവർത്തിക്കുന്നത്. ക്രിയേറ്റർ ആൻഡ് റിഡീമർ. ദൈവം ഒരു ഭാഗത്ത് സൃഷ്ടാവാണ്, മറ്റൊരു സമയത്തോ റിഡീമർ. റിഡംഷൻ കഴിവുള്ള ദൈവമാണ്. യെസ്, വീണ്ടെടുപ്പ്. The God who created the first universe is the God who creates the new one. ആദ്യത്തെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അതേ ദൈവമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാൻ പോകുന്നത്. Therefore, you can argue from the nature to the future, from our back garden to the cemetery. നമ്മുടെ നേച്ചർ നോക്കി ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കുമെന്നും നമ്മുടെ ബാക്ക് ഗാർഡൻ നോക്കി നമ്മുടെ സെമിറ്ററിയിൽ എന്ത് സംഭവിക്കും എന്ന് ആർഗ്യൂ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. Now let us look at the second question. We have answered the first. How are the dead come back to life? മരിച്ചവർ എങ്ങനെ ജീവിക്കുന്നു? മരിച്ചവർ എങ്ങനെ ജീവിക്കുന്നു? Now there is a topic called resurrection mechanism. അതിന് പറയുന്നത് പവർ ഓഫ് റിസറക്ഷൻ എന്നാണ്. Power of resurrection. That means the power that resurrected Jesus Christ from the dead. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ശക്തി. യേശു ക്രിസ്തുവിനെ
മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി 4 കമ്പോണൻസ് ഓഫ് പവർ. പവറിന്റെ 4 കമ്പോണൻസിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് വിടുക. പക്ഷെ ഒരു നിർഭാഗ്യകരമായ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് അത് എടുത്ത് ഈ 4 കമ്പോണൻസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എങ്കിലും എഫെസ് ലേഖനം പൗലോസ് എഴുതിയ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കുന്നത് വരെ ഈ 4 കമ്പോണൻസിനെ ദൈവം ഭൂമിയിലേക്ക് വിട്ട് ആ 4 കമ്പോണൻസും വ്യത്യസ്തമായ 4 പവർ ആക്ടിവേറ്റ് ചെയ്തപ്പോഴാണ് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് പവർ? നമ്പർ 2, വേർ ഡിഡ് ദാറ്റ് പവർ ഗോ? ആ പവർ എവിടെ പോയി? ദാറ്റ് പവർ catapulted Jesus to the highest ever throne in heaven. സ്വർഗത്തിൽ ഏറ്റവും വലിയ സിംഹാസനത്തിൽ യേശു ക്രിസ്തുവിനെ എത്തിച്ചു അതുവരെ. എന്നിട്ട് പിതാവായ ദൈവം എന്ത് ചെയ്തു? That same power, he gave it back to his saints to be operating in his saints now, so that യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ആ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു ജസ്റ്റ് ടച്ച് ചെയ്യാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ വിൽസൺ ക്രൗഡ് പാസ്റ്റോട് വിളിച്ച് നിങ്ങൾക്ക് ഏത് ടോപ്പിക്സാ അടുത്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഇഫ് പോസിബിൾ ഞാൻ ചെയ്യാം. നൗ ലെറ്റ്സ് കം ബാക്ക്. സോ ഹൗ ആർ ദ ഡെഡ് കമ്മിങ് ബാക്ക് ടു ലൈഫ്? മരിച്ചവരെങ്ങനെ ഉയർത്തെഴുന്നേൽക്കും നിങ്ങൾ ചോദിക്കുന്നു. അതായത് പറഞ്ഞ അത് ഈ 4 പവർ കമ്പോണൻസ് 4 വ്യത്യസ്തമായ രീതിയിൽ ഒരു ഡെഡ് ബോഡിയിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പ് we will discuss that. In some way it happens in nature. Look, what kind of body do we come with? നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ ആയിരിക്കും? The manner of the resurrection. അടുത്തത് ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെ ആയിരിക്കും? When you put a seed into the ground, it is not that seed that comes out, but another plant bearing the seeds. ഒരു സീഡ് കുഴിച്ചിടുമ്പോൾ ആ സീഡ് അല്ല ജീവിച്ചു വരുന്നത്, പിന്നെ അതിൽ നിന്നൊരു പ്ലാന്റ് ഇതേ രീതിയിലുള്ള സീഡുമായിട്ട് എഴുന്നേറ്റ് വരുന്നത്. And the body that we are reaping is not the body that we are sowing. നോക്കിയേ, നമ്മൾ കൊണ്ട് കുഴിച്ചിടുന്ന ശരീരം we are sowing. നമ്മൾ വിതയ്ക്കുന്ന ഈ ശരീരമല്ല ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. Look at the difference. എന്താ വ്യത്യാസം? We sow a physical body. ഒരു ഭൗമിക ശരീരം നമ്മൾ കൊണ്ട് കുഴിച്ചിടുകയാണെങ്കിൽ that means literally an animal kind of body. ഒരു മൃഗത്തിന്റെ ശരീരം പോലെ കൊണ്ട് കുഴിച്ചിടുക. But that suits to the life in this world. പക്ഷെ നമ്മൾ കുഴിച്ചിടുന്ന ആ ശരീരം ഈ ഭൂമിയിൽ ജീവിക്കാൻ മാത്രമേ സ്യൂട്ടബിൾ ആകത്തുള്ളൂ. നോട്ട് ടു എനി അതർ. വേറെ ഒരു ലോകത്തും ജീവിക്കാൻ അത് സ്യൂട്ടബിൾ അല്ല. നമ്മൾ ഈ ഭൂമിയിൽ മണ്ണിൽ കൊണ്ട് കുഴിച്ചിടുന്ന ശരീരം ഈ മണ്ണിലല്ലാതെ വേറെ ഒരിടത്തും ജീവിക്കാൻ കൊള്ളാവുന്നതല്ല. And because this body is tied to this world of change and decay, there are 3 things that you can say about it. നമ്മുടെ ഈ ശരീരം ഇത് ടൈഡപ്പ് ആണ്. ഏതിനോട്? ഒന്ന്, ടു ചേഞ്ച് ആൻഡ് ടു ഡീകേ. 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നതാണ് നമ്മുടെ ശരീരം. ഒന്ന് ചേഞ്ച്, മാറ്റങ്ങൾ. മറ്റ് ഡീകേ. ഡീകേ എന്ന് പറഞ്ഞാൽ ദ്രവത്വം. അത് നമ്മുടെ ഈ ശരീരത്തിന് പ്രത്യേകത. 3 കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കണം. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് പെരിഷബിൾ. നമ്മുടെ ഈ ശരീരം പെരിഷബിൾ ആണ്, നശിച്ചു പോകുന്നതാണ്. ഐ എം നൗ സ്പീക്കിംഗ് ആസ് എ ഡൈയിങ് മാൻ ടു ഡൈയിങ് മെൻ ആൻഡ് വിമൻ. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുക. ആരോടെ സംസാരിക്കുന്നത്? ഇതുപോലെ മരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ്. ചെറുക്കത് കേട്ടോ വലിയ വിഷമേ, ഞാൻ മരിക്കുക എന്ന് ബാബു സാർ പറഞ്ഞു.
എന്തോ വർത്താനം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു ഇന്ന് വരത്തില്ലായിരുന്നൊക്കെയാണ് അന്വേഷ സാറ് ചിന്തിക്കുന്നത്. സാറേ അത് കുറച്ച് കടുപ്പമായിപ്പോയി എന്ന് പറയുന്നതായിരിക്കും. പക്ഷെ അതാ സത്യം. പെരിഷബിൾ ബോഡി, യു സീക്ക് ഇറ്റ് ഇൻ യുവർ ഹെയർ, ഇൻ യുവർ ടീത്ത്, ഇൻ യുവർ ഐസ്, എവരിവെയർ. നമ്മുടെ ശരീരം മുഴുവൻ തപ്പി നോക്കിയേ അന്വേഷ സാറേ, 25 കൊല്ലത്ത് മുമ്പുള്ള ഒരു വല്ല മുടിയും ബാക്കിയുണ്ടോ? ആലോചിച്ച് നോക്കി. ആ മസിൽ വല്ലതും ബാക്കിയുണ്ടോ? 25 കൊല്ലത്തിന് മുമ്പുള്ള വല്ലതും ഉണ്ടോ? ആ പല്ല് കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കാണ് അതുമില്ല. ആലോചിച്ച് നോക്കി. എന്തുകൊണ്ട് ബാക്കി? പെരിഷബിളാണ് അല്ലേ? ബട്ട് ദീസ് റിപ്പയറിംഗ് വർക്ക്ഷോപ്പ് ആർ വെയറിംഗ് ഔട്ട്. നമ്മുടെ ഈ ബോഡി ഉണ്ടല്ലോ, ഇതിനകത്ത് ചില ഭാഗങ്ങളൊക്കെ റിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. അത് ബോഡി തന്നെ റിപ്പയർ ചെയ്യുന്നുണ്ട്. ബോഡി എത്ര റിപ്പയർ ചെയ്താലും എൻ്റെ അനുജ് സാറേ സംഗതി തട്ടിപ്പോയേ പറ്റുള്ളൂ. വി ആർ പെരിഷിംഗ്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ബോഡി വി സോ. നമ്മൾ കൊണ്ട് വിതയ്ക്കുന്നത് ഈ ദ്രവത്വത്തിൽ വിതയ്ക്കുക. ഈ ദ്രവത്വത്തിൽ വിതയ്ക്കുക. രണ്ടാമത്തത്, ദിസ് ഈസ് എ ഡിസോണറിങ് ബോഡി. എന്താണ് പറയേണ്ടത്? അപമാനകരമായ ശരീരം. ഞാനത് കുറെ അനുഭവിച്ചതാണ്, ഇപ്പോഴും അനുഭവിക്കുക. എനിക്ക് അതിനെപ്പറ്റി ഓർക്കാനും വയ്യ. എല്ലാ ദിവസവും ഞാൻ അനുഭവിക്കുന്നത്. കാരണം എന്താ? വേറൊരാൾ വന്ന് എന്നെ പിടിച്ചോണ്ട് പോയി ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഇരുത്തി കുളിപ്പിച്ച് മേലെല്ലാം തുടച്ച് ഡ്രസ്സിങ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ, ക്യാൻ യു ഇമാജിൻ ദ ഡിസോണർ ഐ അണ്ടർഗോ? എനിക്ക് എഴുതി നിൽക്കാൻ വയ്യ, കണ്ണ് കാണാൻ വയ്യ, നടക്കാൻ വയ്യ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കഴിക്കാൻ വയ്യ, ഒന്നും വയ്യ. ഡിസോണർ. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ഈ ശരീരം മണ്ണിടക്കി പതിക്കും. വൺ ഡേ, യെസ്, ഇൻ ഡിസോണർ. സോ I know what it means. ഈ ഡിസോണർ എന്തോന്ന് എനിക്കറിയാം. ദിസ് ബോഡി ഓഫ് ഡിസോണർ ബ്രിങ്സ് us down. നമ്മളെ താഴ്ത്തിക്കളയുക. മറ്റുള്ള നമ്മളെ അപമാനിതനാക്കുക. It humbles us. We get embarrassed with his handicaps. ശരീരത്തിന്റെ ബലഹീനത ഉണ്ടല്ലോ, അവർക്ക് നമ്മൾ ഇതുപോലെ embarrassed ആകും. And we get ashamed of it. Utterly from my experience. മൂന്നാമത്തെ കാര്യം, and about this body we sow into ground is a weak body. ഒരു ബലഹീനമായ ശരീരമാ. A perishable body, a dishonorable body, a weak body. ഒരു നശ്വരമായ ശരീരം, ഒരു അപമാനിതമായ ശരീരം, ഒരു ബലഹീനമായ ശരീരം നമ്മൾ മണ്ണിനാടി കൊണ്ട് ഒരു ദിവസം വെക്കും കേട്ടോ. വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൻ വി ആർ യങ്. ഞാനീ പറയുന്നത്, നമ്മുടെ ഇവിടെ ഒരു ഫേബ സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർക്ക് മനസ്സിലാകത്തില്ല. ഒരു സോവി കുര്യാച്ച സിസ്റ്റർ, പുള്ളിക്കാരി ചെയ്യുന്ന എല്ലാ കാലത്തും ഇങ്ങനെ മോണോലിസായി പോലെ ഇരിക്കുമെന്നാണ്. നല്ല എനിക്കിഷ്ടമുള്ള സന്തോഷമാണ് മോണോലിസായി കാണുന്നത്. നടന്നാൽ കൊള്ളാം. ഇറ്റ്സ് എ ബിഗ് ബോഡി. ഇതാണ് നമ്മൾ കൊണ്ട് വയ്ക്കുന്നത്. എ പെരിഷബിൾ, എ ഹ്യൂമിലിയേറ്റിംഗ്, a weak body. But from the ground there shall blossom life that shall be endless. പക്ഷെ അവിടുന്ന് endless ആയ അനന്തമായ ജീവനോടുകൂടി ഒരു ശരീരം എഴുന്നേക്കും. A body that shall never be perishable, but a body shall be imperishable. ഇനി ഒരിക്കലും നശിക്കാത്ത ഒരു ശരീരം, എത്രയൊക്കെ കുഴപ്പം പറ്റിയാലും. എ ബോഡി ദാറ്റ് ഈസ് ഫുൾ ഓഫ് ഗ്ലോറി, തേജസ്സിൽ എഴുന്നേൽക്കും. വാട്ട് എവർ ഹാപ്പൻസ് ടു ഇറ്റ്, എ ബോഡി വിച്ച് വിൽ നെവർ ബി അഷെയിംഡ്. ഇനി ഒരിക്കലും ഒരു കെയർ വന്ന് ടോയ്ലറ്റിൽ കൊണ്ടുപോയി കുളിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത, ഷെയിമുണ്ടാകാത്ത ഒരു ശരീരം. A body that will never be embarrassed. ഇനി ഒരിക്കലും എംബാരസ്മെന്റിന് വിധേയമാകാത്ത ഒരു ശരീരം. A body that shall be the strength
The need to serve God 24/7. ഞാൻ ചോദിച്ചോട്ടെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കും. ഒരു ഉപവാസ പ്രാർത്ഥന എത്ര നേരം ഉപവസിക്കാം? ഇപ്പൊ പിന്നെ ആൾക്കാരെല്ലാം എന്ത് അറിയാമോ, ഒരു പിന്നെ ഇടങ്ങി ചായയും കഴിച്ചിട്ട് ഉച്ചവരെയും കഠിന ഉപവാസമാണ്. ഉച്ചവരെ കേട്ടോ സാറേ, കഠിന ഉപവാസമാണ്. ഉച്ചയ്ക്ക് 2 കഷ്ണം മീനും അതിന്റെ കറിയും ചാറും ഒക്കെ കൂട്ടി ഒരു ഊണ് കഴിച്ചാൽ അങ്ങനെ ഉപവാസം നമ്മൾ ബ്രേക്ക് ചെയ്തു. നമുക്ക് ആഗ്രഹമില്ലയോ ഒരു 40 days കണ്ടിന്യൂസ് ദിവസം ഇരിക്കണമെന്ന്? പറ്റുന്നില്ല, ഈ ശരീരം അനുവദിക്കത്തില്ല. പക്ഷെ അന്നൊരു ശരീരം കിട്ടും. 24/7 അമ്മക്കത്ത് നോക്കി നമ്മൾ ദൈവത്തെ സ്തുതിച്ചിരിക്കും. 24/7 ഈ ശരീരം ക്ഷീണിക്കത്തില്ല. എന്താ വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്നത്? അവന്റെ ഭക്തന്മാർ തന്റെ മുഖം കാണും. എത്ര പേര് കാണും? 24/7 കാണും. ആർ വി ടയർഡ്? നെവർ ടയർഡ്. ഇപ്പൊ നോക്കി, എന്റെ ക്ലാസ്സിൽ ഇപ്പോൾ 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖം എനിക്ക് ഇനി നോക്കാൻ വയ്യ, ആ പരുവത്തിലാക്കി കഴിഞ്ഞു. അന്നോ 24/7 we are looking at that face and then we will be worshipping God. Okay, how lovely is it to serve the God 24/7 in its strength. മൂന്നാമത്തെ കാര്യം, everybody comes from a man. എല്ലാ ശരീരവും ഒരു പുരുഷനിൽ നിന്നാണ് അതിന്റെ ഇൻഹെറിറ്റൻസ് ഉണ്ടാകുന്നത്. പുരുഷനിലാണ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. എവറി ബോഡി കംസ് ഫ്രം എ മാൻ. അപ്പൊ നമ്മുടെ ശരീരം നമ്മുടെ പിതാവിൽ ഇൻഹെറിറ്റ് ചെയ്താണ്. പിതാവ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണ്. അങ്ങനെ പോയി 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 നമ്മുടെ എവിടെ എത്തി? നമ്മൾ വലിയ പൂപ്പനായ ആദാമിന്റെ അടുത്തെത്തി. ആദാമിന് എന്തെല്ലാം ബലഹീനത ഉണ്ടായിരുന്നോ അത് മുഴുവനും നമ്മളെ തലമുറയായിട്ട് ഇൻഹെറിറ്റ് ചെയ്തു. അങ്ങനെ ഈ ശരീരം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ മണ്ണുകൊണ്ടുള്ള പ്രതിമ ധരിച്ചിങ്ങനെ വർഷങ്ങളായി പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം സ്വർഗീയനെ പറ്റി കേട്ടത്. സ്വർഗീയനെ പറ്റി കേട്ടപ്പോ നമ്മൾ എന്ത് ചെയ്തു? ആ സ്വർഗീയനെ ഈ മണ്ണുകൊള്ളിന്റെ അകത്ത് കൊണ്ടുവന്നപ്പം എന്ത് പറ്റി? സ്വർഗീയൻ ഈ മൺകൂടാരത്തിനകത്ത് വന്നു. ഇനി എന്താ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്? നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെയും പ്രതിമ ധരിക്കേണ്ടതാകുന്നു, അല്ലേ? മണ്ണുകൊണ്ടുള്ള പ്രതിമ ധരിക്കുന്നത് പോലെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കുമ്പോ എന്താ സ്വർഗീയന്റെ പ്രതിമ? He came from heaven. Adam came from earth. Adam came from the earth, from the soil. But Jesus came from heaven. മണ്ണുകൊണ്ടുള്ള പ്രതിമ ധരിച്ചു, മണ്ണുകൊണ്ട് മണ്ണിനകത്ത് വെച്ചു. ഇനിയും എഴുന്നേൽക്കുന്ന ആരാന്നറിയാമോ? സ്വർഗീയന്റെ പ്രതിമ മണ്ണിൽ എഴുന്നേൽക്കും. അതിനെ എന്തെന്ന് പറയുന്നത്? വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദ റിസറക്ഷൻ ഓഫ് ദ സെയിൻസ്. ഞാൻ വളരെ ക്വിക്കായിട്ട് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യണം. സമയം വളരെ പോകേണ്ട. ആർക്കെങ്കിലും ഇന്ന് ചോദ്യം ചോദിക്കാൻ സമയമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പാസ്റ്റർക്ക് അയച്ചു കൊടുത്താൽ അതിന്റെ ബേസിൽ പാസ്റ്റർ അടുത്ത ആഴ്ചത്തേക്കുള്ള ഒരു ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും അടുത്ത ആഴ്ച ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ നോ പ്രോബ്ലം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റർ കിട്ടുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് പാസ്റ്റർ അടുത്ത ആഴ്ച നമ്മൾ ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്ത് തരും. Now the screen is back to the host. May the Lord bless all of us abundantly, exceedingly. Thank you very much for the patient listening you gave me. May the Lord bless you. Thank you very much. നമുക്ക് ആ ക്വസ്റ്റ്യന് വേണ്ടി ഒരു 15 മിനിറ്റ് എടുക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ആരംഭിക്കാം. അപ്പം 15 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വേണ്ടി എടുക്കാം. പക്ഷെ 2 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, മരിച്ച ദൈവമക്കളുടെ വിശുദ്ധന്മാരുടെ ആത്മാവ്, സോൾ ആൻഡ് സ്പിരിറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേദപുസ്തകത്തിൽ ക്രിമിനേഷന് വാക്യങ്ങളുണ്ടോ?
ഈ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ രണ്ടാമത്തെ ചോദ്യം ആദ്യം പറയാം. ഓക്കെ. ഞാനിത് ഒരു വാക്യം കണ്ടിട്ടില്ല ക്രിമേഷന് ആധാരമായിട്ട്. ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ എതിർക്കുന്നുമില്ല, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ബുദ്ധിക്കെത്താത്ത വൻകാര്യമാണ്, അത്ഭുത വിഷയമാണ്, അതിൽ ഞാൻ ഇടപെടുന്നില്ല. ഇനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഈ ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കേണ്ടത് ഒരു വിശ്രമ സ്ഥലമാണ് ദൈവം അവർക്ക് ഒരുക്കിയിരിക്കുന്നത്, വിശ്രമ സ്ഥലം. അപ്പം ആ വിശ്രമ സ്ഥലം എന്ന് പറയുന്നത്, അതിന് ബൈബിളിൽ ഒരു പേരിട്ടിരിക്കുന്ന അബ്രഹാമിന്റെ മടി എന്നാണ്. അതൊരു ഒരു 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 സ്ഥലത്തിന്റെ, ഒരു സ്പേസിന്റെ പേരാണ് അബ്രഹാമിന്റെ മടി എന്നുള്ളത്. അല്ല അബ്രഹാം പിതാവ് ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേര് മടി കയറി ഇരിക്കുവാണെന്നുള്ള ഇതിൽ ചിന്തിക്കരുത്. അവിടെ അവർ വിശ്രമിക്കുകയാണ്. ദാറ്റ്സ് വെയർ ദേ ആർ. ദേ ആർ ഇൻ ഡീപ്പ് റെസ്റ്റ്. അവർക്ക് ഈ ഭൂമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ നടക്കുന്ന യാതൊരു കാര്യങ്ങളും അവർ കാണുന്നുമില്ല, കേൾക്കുന്നില്ല, അറിയില്ല. ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ചനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കന്യാമറിയാമേ അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കണേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ കന്യാമറിയാം അവിടെ പോയിരിക്കുക, വിടുന്നില്ല. പുള്ളിക്കകത്തേക്ക് പാട്ടുമില്ല, പ്രാർത്ഥനയുമില്ല, മധ്യസ്ഥയിലും ഒന്നുമില്ല. യെസ്. അപ്പം ഈ ഭൂമിയിൽ നടക്കുന്നതായ യാതൊരു കാര്യങ്ങളും അവരറിയുന്നില്ല. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും they are in deep silence. They are in deep silence. അതിൽ നിന്ന് വ്യത്യാസമുള്ള 2 പേരെ മാത്രമേ വേദപുസ്തകത്തിൽ നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. മരണശേഷവും ദൈവസ്ഥനിൽ പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യണം അവരെ. കാര്യം അവരുടെ ശുശ്രൂഷ തീർന്നില്ല. ഒന്ന് മോശയും മറ്റൊന്ന് ഏലിയാവും. അവർ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്തതിന് ഇവിടെ കെ.ടി. ജോസഫ് പാസ്റ്റർ ചോദ്യത്തിന് വേണ്ടി കൈ ഉയർത്തിയിട്ടുണ്ട്. അത് പ്ലീസ് അൺമ്യൂട്ട് പാസ്റ്റർ കെ.സി. ജോസഫ്. ഹലോ. ഹലോ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ, കേൾക്കാമോ? പാസ്റ്ററെ, നമ്മുടെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്ത ഈ ദുഷ്ടന്മാരൊക്കെ അവരുടെ കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി എന്തായിരിക്കാം? അവര് ഒരു യാതനാ സ്ഥലത്താണ് പോകുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ലാസർ മരിച്ച് അബ്രഹാമിന്റെ മടിയിലും, മറ്റേ ധനവാൻ മരിച്ച് യാതനാ സ്ഥലത്തും പോകും. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ടോർമെന്റ്. ഭയങ്കര യാതന, വേദനയാണ് അവിടെ. കാര്യം അവിടുത്തെയാണ് തീ കിടുന്നില്ല, പുഴു ചാകുന്നില്ല, എന്നാൽ ശരീരം വെന്ത് പോകത്തില്ല. കാര്യം ശരീരമില്ല വേകാനായിട്ട്. അപ്പൊ അവർക്ക് ഓർമ്മ ഈ ഭൂമി നടക്കുന്നതൊക്കെ അവരറിയുവോ? വെൽ, ദ ക്വസ്റ്റ്യൻ ഈസ് അവരൊന്നും അറിയുന്നില്ല. പിന്നെ ഒരു കാര്യം, അവർ ഭയങ്കര പ്രാർത്ഥനയാണ് കേട്ടോ പാസ്റ്ററെ. എന്തിനാണ് പ്രാർത്ഥന അറിയാമോ? ദൈവമേ, ഇങ്ങോട്ട് ഞങ്ങളുടെ ബന്ധുക്കൾ വരരുതേ, എൻ്റെ വീട്ടുകാർ വരരുതേ, എൻ്റെ കെട്ടിയോളും കുഞ്ഞുങ്ങളും വരരുതേ, ആരെങ്കിലും ഒരു ബന്ധുക്കോസ് പാസ്റ്റർ അവിടെ അയക്കണമേ, പ്രസംഗം ഒന്ന് കേൾപ്പിക്കണേ, അവർക്കൊരു മാനസാന്തരം കൊടുക്കണേ. അവിടെ കിടന്ന് വാവിട്ട് കഴിഞ്ഞ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ദൈവം കേൾക്കുവോ? ആ പ്രാർത്ഥന ദൈവം കേൾക്കുവോ? വെൽ, കേൾക്കത്തില്ലെന്ന് പറയാൻ എനിക്ക് തെളിവില്ല, കേൾക്കുമെന്ന് പറയാൻ എനിക്ക് യാതൊരു തെളിവില്ല. അപ്പൊ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റത്തില്ല. കേൾക്കുമെന്ന് പറയാൻ എനിക്ക് യാതൊരു തെളിവില്ല. കേൾക്കത്തില്ലെന്ന് പറയാൻ ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തല്ല. ദൈവം എന്ത് കേൾക്കും കേൾക്കത്തിലും തീരുമാനിക്കാൻ. ബിയോണ്ട് മൈ കപ്പാസിറ്റി ടു ആൻസർ. അപ്പൊ ഇവിടെ കുർബാനയിലുമ്പോഴൊന്നും അവർക്കും ഒരു വിഷയവും ഇല്ല മരിച്ചവർക്ക് വേണ്ടിയിട്ട്. എന്തോ ചൊല്ലിയാലെന്റെ കാര്യം, ഇവിടെ കിടന്ന് എന്തോ ചൊല്ലിയാലെന്റെ കാര്യം, അത് തീർന്നില്ലേ? താങ്ക് യു പാസ്റ്റർ. നോ പ്രോബ്ലം. അനീസ് സാറേ, പ്ലീസ് അൺമ്യൂട്ട്. അനീസ് സാർ. യെസ് സാറേ, ഈ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒന്നാമത് ഇപ്പോഴ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സോൾ ആക്ച്വലി മോർട്ടൽ ആണെന്നുള്ളത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത്.
താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. അതുകൊണ്ടാണ് മറ്റേ ഈ ലോകം മുഴുവൻ നേടിയാലും ദേഹി മറ്റേ സോൾ ഇതായിട്ടുണ്ടെങ്കിൽ അത് ഇതില്ല എന്ന് പറയുന്നത് അല്ലേ? Yes. ഓക്കെ സാറേ, അങ്ങനെയാണെങ്കിൽ ഈ സെഡ്യൂസീസ്, കാരണം വെച്ചാൽ നമ്മൾ യോബിനെ നോക്കിയാലും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നോക്കിയാലും ഈ റിസറക്ഷനിൽ അവര് വിശ്വസിക്കുമ്പോൾ ഈ സെഡ്യൂസീസ് എങ്ങനെ കർത്താവിന്റെ ആ വരവിന്റെ സമയമാകുമ്പോഴത്തേക്കും സെഡ്യൂസീസ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് റിസറക്ഷനിൽ അവർ വിശ്വസിക്കാതെ വന്ന് അത് എന്താണ് അതിന്റെ ബേസ് എന്തായിരിക്കും? അവർ വിശ്വസിക്കാത്തതിന്റെ ബേസിസ് അഹങ്കാരം എന്ന് കേട്ടിട്ടുണ്ട് സാറ്. പിന്നെ മലയാളത്തിൽ ഒരുപാട് അഹങ്കാരം എന്ന് പറയും. അതിന്റെ പ്രത്യേകത, ഈ അഹങ്കാരത്തിന്റെയും വായ്നാട്ടത്തിന്റെയും പ്രത്യേകത അത് ആർക്കൊണ്ടോ അവർക്ക് അറിയത്തില്ല. എനിക്ക് മാത്രം അറിയത്തില്ല, എന്റെ അടുത്ത് വരുന്നവർക്ക് എല്ലാം അറിയാം എന്റെ വാ നാറുന്നത്. ഇതുപോലെ ഞാൻ അഹങ്കാരിയാണെങ്കിൽ ഞാൻ വിചാരിക്കും ഞാൻ ഭയങ്കര ഹമ്പിളാണ്. എന്റെ ഈ ഹ്യൂമിലിറ്റിയെ അഹങ്കാരമാണ്. ഇവന്മാരുടെ അഹങ്കാരം കാരണം ഇവന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദൈവം മനസ്സിലാക്കി കൊടുത്തില്ല. ദൈവം പൊരുൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ഓക്കെ സർ, താങ്ക് യു. നോ പ്രോബ്ലം. അടുത്ത ആരാണ്? മാർട്ടിൻ KP. പ്ലീസ് അൺമ്യൂട്ട് മാർട്ടിൻ. ആര് എന്റെ കരുത്താളെ മുങ്ങി നടക്കുന്നത്? തലേ മുടി കളിച്ചിട്ട് ക്ലാസ്സിൽ വരാൻ വേണ്ടിയിരിക്കുക. അതോട് കളിക്കത്തുമില്ല. അത് സംഭവിച്ചു. ഇന്ന് കുറെ നല്ല അനുഗ്രഹപ്പെട്ട മെസ്സേജ് നമുക്ക് കുറെ വിവരമില്ലായ്മയൊക്കെ മാറിയുന്നു. ഇന്ന് രാവിലെ തന്നെ ദൈവത്തിന്റെ കൃപ. ഞാനൊരു സംശയം ചോദിക്കട്ടെ സാർ? നമ്മുടെ ഈ 61 സങ്കീർത്തനത്തില് ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന, അപ്പൊ അത് എഫെസ്യൻ ലേഖനത്തിൽ കർത്താവ് യേശുക്രിസ്തു മരിച്ച അടക്കപ്പെട്ടതിന് ശേഷം ഉയരത്തെ അങ്ങനെ നിവർത്തിച്ചു എന്ന് പറയുന്നു. അപ്പോ അബ്രഹാമിന്റെ മടി അപ്പോൾ അവിടുന്ന് പിടിച്ചോണ്ട് പോയല്ലോ, ഉയരത്തിലോട്ട് പോയല്ലോ. ഇപ്പോൾ എങ്ങും പിടിച്ചോണ്ട് പോയിട്ടില്ല. നോഹയുടെ കാലത്ത് പ്രസംഗം കേട്ടപ്പം മഴ പെയ്യെന്ന് പറഞ്ഞപ്പം വിശ്വസിക്കാൻ കഴിയാതിരുന്ന ആളുകൾ അവര് യാതനാ സ്ഥലത്ത് കിടക്കുക. അവരെ പോയി സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിച്ചവരെ ബദ്ധന്മാരെ അവിടെ നിന്ന് പിടിപ്പിച്ച് സൗഭാഗ്യം കൊണ്ടാക്കിയ കാര്യം, അവരെ അവിടെ കൊണ്ട് അബ്രഹാമിന്റെ മടിയിലാക്കിയ കാര്യമാണ് പറയുന്നത്. അല്ല അബ്രഹാമിന്റെ മടിയിൽ നിന്ന് ആരും പിടിച്ചോണ്ട് മുന്നോട്ട് പോയതൊന്നും അല്ല. അബ്രഹാമിന്റെ മടിയിലോട്ടാണ് കൊണ്ടുപോയത്, അവിടുന്ന് കൊണ്ടുപോയല്ല, അങ്ങോട്ടാണ് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. ഒത്തിരി പേര് വിശ്വസിച്ചില്ലല്ലോ, വെള്ളത്തിൽ മരിച്ചു പോയില്ലയോ? കർത്താവ് പോയി അവരോട് സുവിശേഷം പറഞ്ഞു. അവരിൽ വിശ്വസിച്ചവരെ, അവരുടെ ആത്മാക്കളെ അവിടുന്ന് വിടുവിച്ച് സൗഭാഗ്യത്തിൽ കൊണ്ടാക്കി. ആ കാര്യം അവർ താഴത്തേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ല, ഉയരത്തേക്ക് കയറി എന്ന് പറയുമ്പോൾ താഴത്തേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? നീ എന്നോടുകൂടി ഇന്ന് പ്രതീക്ഷയിലായിരിക്കും എന്ന് പറഞ്ഞു. യെസ് എന്ന് പറയുമ്പോൾ കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ ഏറ്റവും മുകളിൽ കയറിപ്പോയി. അതിന് വേറെ ജനറേഷൻസ് ഉണ്ട്. പിന്നെ താഴേക്ക് ഇറങ്ങി വന്നു, പാതാളത്തിലേക്ക് പോയി ഇവരെ വിടുവിക്കുന്നതിന് വേണ്ടി. അപ്പൊ കയറി എന്ന് പറഞ്ഞവൻ ഇറങ്ങിയിട്ടും ഇല്ലയോ എന്ന് പൗലോസ് ആർഗ്യൂ ചെയ്യാണ്. ഓക്കെ, സജി പാസ്റ്റർ കരവുയർത്തിയിട്ടുണ്ട്. സജി പാസ്റ്റർ, നമ്മുടെ സജി പാസ്റ്റർ, സുമിത് ജി പ്ലീസ്. സജി പാസ്റ്റർ. യെസ്. ഈ മനുഷ്യൻ അവന്റെ ശരീരത്തിൽ വസിക്കുമ്പോഴാണ് പൂർണ്ണമായി ഒരു വ്യക്തിത്വം പ്രകടിപ്പിക്കുന്നത് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ. മനുഷ്യന്റെ ദേഹിയും ആത്മാവും വിട്ടുകഴിയുമ്പോൾ അത് അപൂർണമാണ്, പൂർണ്ണമല്ല എന്ന്. അപ്പം പൂർണ്ണമല്ലാത്ത ഒരാത്മാവാണോ, പൂർണ്ണമല്ലാത്ത ഒരു ദേഹിയാണോ നമ്മിലുള്ളത്? അതോ ആത്മാവ് അതിൽ തന്നെ പൂർണ്ണതയുണ്ടോ, ദേഹിക്ക് അതിൽ തന്നെ പൂർണ്ണതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് പാസ്റ്ററെ, എവല്യൂഷൻ ഓഫ് ദ ബോഡി ആൻഡ് സോൾ, എവല്യൂഷൻ ഓഫ് ദ ബോഡി ആൻഡ് സോൾ. ഈ ആത്മാവിനും ദേഹിക്കും ഉണ്ടാകുന്ന പരിണാമങ്ങൾ എന്നുള്ളത്, ഇറ്റ്സ് സോ പ്രൊഫൗണ്ട് ടോപ്പിക്സ്.
ഒരു കാര്യം ഞാൻ പറയാം, അതിന് പരിണാമമുണ്ട്. രണ്ട്, നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ, ഈ താഴ്ചയുള്ള ശരീരത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ എല്ലാത്തിനും താഴ്ചയുണ്ട് എന്നുള്ള ഓർത്തോണം. ഇനി പുതിയ ആകാശം ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോഴേക്ക് അതെല്ലാം ദൈവത്തിന് തുല്യമായി. നാം അവനെ താനിരിക്കുന്നവരെ കാണുന്നവരാകുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരായി. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അതുവരെ താഴ്ച ഉണ്ട്, ഡെഫിനറ്റ്ലി. അതുപോലെ തന്നെ സാറ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ കുറിച്ച് പറയാനിടയായിരുന്നു. മരണം എന്റെ ശരീരത്തിൽ അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ദേഹി മരിക്കും, അങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. നമ്മുടെ ദേഹി എന്ന് പറയുന്നത് മോർട്ടലാണ്, മരണം കൊണ്ട് അവസാനിക്കുന്നതാണ്. അത് ഇമ്മോർട്ടലാക്കി നിർത്തുന്നതിന് വേണ്ടിയാണ് ഏത് ജീവവൃക്ഷം അവിടെ വെച്ചിരിക്കുന്നത്. ബോഡിക്ക് വേണ്ടിയല്ല. ബോഡി ഓൾറെഡി ഇമ്മോർട്ടലായിട്ട് സൃഷ്ടിച്ചതാണ്. ആ പഴം തിന്നാൽ, മറ്റേ അറിവിന്റെ പഴം തിന്നാൽ ബോഡി മോർട്ടലാകും. അതവിടെ സംഭവിച്ചത്. വീണ്ടും ആ മർത്യമായത് ഏത് സോള് അമർത്യമായി തീർന്ന ശരീരത്തെ ധരിക്കും. അപ്പോഴാണ് മരണം നീങ്ങി ജയം വരുന്നത്. ഇച്ചിരി മനസ്സിലാക്കുക. നീ ഇത് കഴിച്ചാൽ മരിക്കാത്ത സോളിൽ നീ മരണം അനുഭവിക്കും. അല്ല, നീ കഴിച്ചാൽ മരിക്കാത്ത ശരീരം ഒരിക്കൽ മരിക്കും. ഓക്കെ, അതാ. യെസ്, നമ്മുടെ ഈ പേഗൻ ടീച്ചിങ്സ് ആണ് നമുക്ക് കൂടുതലും കിട്ടിയിരിക്കുന്നത്. പേഗൻ ടീച്ചിങ്ങിലാണല്ലോ ശരീരം മരണത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. ആത്മാവോ അതിന് മരണമില്ല. അതിപ്പോ ഇതിനകത്ത് ബ്ലോഗ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ കൂട് തുറന്ന് ഒരിക്കൽ വിശ്രമത്തിലേക്ക് തിരിച്ചു പോകുമെന്നൊക്കെ നമ്മൾ ഈ പറയുന്നത് പേഗൻ പ്രാക്ടീസ് ആണ്. അതിന് എവിഡൻസ് ഇല്ല. യെസ്, കാരണം വെച്ചാല് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടുന്ന് വന്നയാളാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രൻ അല്ലാതെ സ്വർഗത്തിലെ കാര്യങ്ങൾ എന്താന്ന് ആരും അറിയുന്നില്ല. നിങ്ങൾക്കത് കർത്താവ് നിങ്ങൾക്ക് മനസ്സിലാക്കുക, നിങ്ങൾ താഴെ എന്നുള്ളവരാണ്. എനിക്ക് പറയാൻ ഞാൻ ഉയരത്തിൽ നിന്ന് വന്ന ആള്. മനസ്സിലായി? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും വീണ്ടും സ്വർഗത്തിൽ കയറി പോവുകയും ചെയ്യുന്ന ദൈവപുത്രൻ അല്ലാതെ അവിടുത്തെ കാര്യങ്ങൾ ആർക്കും അറിയത്തില്ല. ഈ പറഞ്ഞ ഒരു ഫിലോസഫർ അങ്ങോട്ട് പോയിട്ടില്ല, അവിടുന്ന് വന്നതല്ല. അവിടെ അമ്മ അതിനെ പറ്റി അറിയത്തില്ല. ദാറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. യെസ്, നമ്മൾ ഏതാണ്ട് കടംപൂട്ടറായ ഭാഷ. സീംസിലേക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. നമ്മള് പറഞ്ഞതുപോലെ 15 മിനിറ്റ് കഴിഞ്ഞല്ലോ. ടോപ്പിക് സജഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പാസ്റ്റർ പറഞ്ഞാൽ മതി. ആർക്കും ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. സജി പാസ്റ്റർ പറ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞു സജി പാസ്റ്റർ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. പറഞ്ഞു ആക്കിയില്ല. സുമിത് പ്ലീസ് അൺമ്യൂട്ട് പാസ്റ്റർ സജി അമ്പൂരി. ഷുവർ സർ. യെസ്. ഓക്കെ സാറേ, ഈ പലരും അവരുടേതായ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലർ പറയാറുണ്ട് മരണത്തിൽ ഞങ്ങളൊരു കുഴിയിലൂടെ കടന്നുപോയി. വേറൊരു കൂട്ടർ പറയാറുണ്ട് ഞങ്ങള് വലിയ വെളിച്ചം കണ്ടു. അങ്ങനെ പലരും പല ഡെത്ത് എക്സ്പീരിയൻസ് പറയാറുണ്ട്. അപ്പോ ഈ സത്യത്തില് അങ്ങനെ ഒരു മരണത്തോടെടുക്കുമ്പോൾ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പം അത് റിയൽ ആയിട്ട് എങ്ങനെയായിരിക്കും? അതിനെ ഒരു ക്ലാസ് എടുക്കാം. ഈ പലരുടെയും സത്യത്തിൽ അത് എന്താണ് സംഭവിക്കുന്നത് നിയർ എക്സ്പീരിയൻസ് മരണത്തിലൂടെ? നമുക്കെടുക്കാം. പാസ്റ്റർ എന്ത് പറഞ്ഞു? എനിക്ക് പാസ്റ്റോട് ചോദിക്കാൻ പറയാൻ പറ്റില്ല. നമുക്ക് നാളെ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം.
അപ്പൊ Okay. ഭാഷമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന വിഷയം ഒരു ക്ലാസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നുള്ളൊരു വിഷയമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, കാരണം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്ര പ്രൊഫൗണ്ടായ ഒരു ബിബ്ലിക്കൽ ഡോക്ട്രൈനലായ ഒരു ടോപ്പിക്സ് അല്ല. പാസ്റ്റർ പറഞ്ഞ പോലെ അത് വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ് വ്യത്യസ്തരായ ആളുകൾക്കുള്ളത്. അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം, ഒരാൾ പറഞ്ഞ കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്തത്, ഡിഡ് ഹി റിയലി ഹാവ് എ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഓർ വാസ് ഇറ്റ് എ ഹലൂസിനേഷൻ എന്നുള്ളതാണ്. ഒരുപാട് ഹലൂസിനേഷനാണ്. അതിൽ റിയൽ ആയ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഹലൂസിനേഷൻ്റെ പുറകെ പോയാൽ നമ്മൾ ഈ വ്യത്യസ്തരായ ആളുകളുടെ അഭിപ്രായങ്ങളുടെ ബേസിസ് നമുക്കൊരു കൺക്ലൂഷൻ എത്തേണ്ടി വരും. അത് തെറ്റാണ്. ബൈബിൾ എന്ത് പറയുന്നുള്ളതാണ് ഒരാളുടെ എക്സ്പീരിയൻസ് അല്ല കാര്യം, ബട്ട് ദ ബൈബിൾ സേസ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ബൈബിൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതിനെപ്പറ്റി നമുക്ക് ഒരു ക്ലാസ് എടുക്കുന്നതിനുള്ള കണ്ടന്റ് അതിനകത്തില്ല, അല്ലെങ്കിൽ നമ്മൾ വെറുതെ അത് വലിച്ചു നീട്ടി കൊണ്ടുപോകണം. ഐ ഡോണ്ട് നോ, ഞാൻ പാസ്റ്ററുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കട്ടെ. ദെൻ ഇഫ് ഹി ഫീൽസ് കൺവീനിയൻറ്റ് വേറെ ഒരാളുടെ കൈവെക്കൽ, നമ്മുടെ ഷാജി മാത്യു പാസ്റ്റർ കൈവെക്കൽ, ഷാജി ഐഫോൺ എന്നാണ് ഈ സർനെയിം മാറ്റിയൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് ഈ റിസറക്റ്റഡ് ബോഡിയുടെ പ്രത്യേകത മാത്രമല്ല, ഈ റിസറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ തേജസ്കരണം ഉണ്ടാകുന്നുണ്ടോ, അതിന് ശേഷമാണോ സംഭവിക്കുന്നത്? ലോങ് പ്രോസസ്സാണ്. അത് വൺ ഡേ കൊണ്ട് തീരത്തില്ല. ഡസൻ ഫിനിഷ് ഇൻ വൺ ഡേ. ആ തേജസ്കരണത്തിന്റെ പ്രോസസ് നമുക്കൊരു ക്ലാസ് എടുക്കാവുന്നതാണ്. വിൽസൺ ബ്രദർ പാസ്റ്ററെ, നമ്മുടെ തേജസ്കരണം എന്ന വിഷയമാണ് എടുക്കേണ്ടതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, നമ്മളെ അപ്പം നമുക്ക് പിന്നെ സജി പാസ്റ്ററോട് പറഞ്ഞ പോലെ നമ്മൾ ഏതാണ് ബെറ്റർ എന്നുള്ള എല്ലാവർക്കും പ്രയോജനമുള്ള നമുക്ക് നാളെ ഒന്ന് സംസാരിച്ചിട്ട് we'll decide on it. We are not saying no, but let's discuss about it. Yeah, okay. നമ്മൾ നോ പറയുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാചകന്മാരുമല്ല. ഉള്ള കാര്യം പറയണ്ടേ മാസ്റ്ററെ? അനീഷ് ജോസ് ഇവാഞ്ചലിസ്റ്റ്, he want to talk. ഓക്കെ, അടുത്ത ആഴ്ച പാട്ട് പാടാൻ വൈകുന്നതായിരിക്കും പറയാൻ വരുന്നത്. പറഞ്ഞോ മാസ്റ്ററെ. പ്ലീസ് അൺമ്യൂട്ട് അനീഷ് ജോസ്. സാറേ, ആദാമിന്റെ ഹവ്വയുടെ ശരീരത്തിൽ പറഞ്ഞില്ലേ ഒരു എലമെന്റ്സ്, അത് ഫിസിക്കൽ എലമെന്റ്സ് ആണ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ സാറേ? എന്റെ ദൈവം, ഫിസിക്കൽ എലമെന്റ്സ് പറഞ്ഞ ക്രിയേറ്റീവ് എലമെന്റ്സ് എന്നുള്ള സംഗതിയാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്രിയേറ്റീവ് എലമെന്റ്സ്, എലമെന്റ്സ് ഓഫ് ക്രിയേഷൻ, അതായത് ക്രിയേറ്റീവ് മെക്കാനിസം എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങൾ, അത്ഭുത വിഷയങ്ങളോ, അതിന്റെ ഇടപെടണ്ട. ഭയങ്കര സംഗതികളാണ്. ഞാൻ എന്തുമാത്രം ഇനി പഴയ കിതാബിലെടുത്ത് വായിക്കാൻ പോണം. എനിക്കത് വൈകാതെ കണ്ണും കാണത്തില്ല. എന്നിരുന്നാലും നമ്മൾക്കത് എടുക്കാം. ബട്ട് ക്ലാസ്സിന് അത് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് വരുന്ന സീരീസിൽ ഒരിക്കൽ ഒരു നമുക്ക് ക്ലാസ് എടുക്കാതിരിക്കത്തില്ല. One of the coming series days we will look into that topics. Okay, great. Okay, thank you so much. Very much for attending the class today. May the Lord bless all of you abundantly, exceedingly. Thank you. Bye.